എല്ലാവരും ക്ഷമിക്കുക. കാരണം ഇത് നിർത്തുന്ന പരിപാടി അവിടെ നിന്നില്ലെങ്കിൽ ഞാനും ഇത് നിർത്തില്ല. ഇപ്പം ഞാൻ വന്നത് ആരെയും വെല്ലുവിളിക്കാനും ചീത്ത പറയാനോ ഉടക്കാനോ ഒരു പ്രോബ്ലം ഉണ്ടാക്കാനോ ഒന്നിനുമല്ല. ഇതിനൊരു മറുപടിക്കാണ്. അവളിങ്ങനെ സ്ഥിരമായി ലൈവ് വരികയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് വന്ന് ലൈവിൽ വന്നിട്ട് ഞാൻ തിരിച്ചതിന് മറുപടി പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പെട്ടെന്ന് തന്നെ മറുപടിയായിട്ട് വന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചെറിയ സുഖമില്ലായ്മ കാരണം ഞാൻ ഇന്ന് പുറത്തേക്കൊന്നും പോയിട്ടുമില്ല. അപ്പം ഞാനിന്ന് ഇതിൻ്റെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വന്ന കാര്യം ലൈവിൽ. അപ്പം ഞങ്ങൾ മുൻപ് ചെയ്യുന്നത് പോലെ ഡ്രാമാറ്റിക് ഒന്നുമില്ല, എല്ലാം വളരെ ക്ലിയർ ആയിട്ട്. പുള്ളിക്കാരത്തി ഇന്നൊരു ലൈവ് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഇന്ന് സ്പെഷ്യൽ അല്ല, ഫിജോ ജോസഫ് വന്ന ലൈവിൻ്റെ ഉള്ള ആൻസറും കൊണ്ടാണ് ഞാൻ വന്നത്. തുടക്കം അത് ക്ലിയർ ആയിട്ട് ലീഗൽ സൈഡിലൂടെയാണ് ഞാൻ നീങ്ങുന്നത്. ഇവർ ഇത്രയും ദിവസമായിട്ട് എന്റെ നേരെ കടന്ന് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ എന്നെ കുറിച്ച് 1000 ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്റെ പേരിൽ വന്ന പഴയ കേസുകളുടെ ലിങ്കുകൾ കുത്തിപ്പൊക്കി അവരുടെ തന്നെ കുറെ ഫേക്ക് ഐഡികളിലൂടെ പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ അന്ന് ആ സമയത്ത് എന്റെ ഓൺ ഐഡിയയിൽ ചെന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ മൂന്നാമതൊരാളെ വെച്ച് കാര്യങ്ങൾ പറയുന്നില്ല. ഇനി മൂന്നാമതൊരാളെ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ സലീം സലാഹുദ്ദീൻ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ നിന്റെ അടുത്തോട്ട് വരാം. എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഈ പറയപ്പെടുന്ന മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം വന്നവരായിരിക്കും ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെ എന്നെ അറിയുന്നവരായിരിക്കും, എന്നെ വ്യക്തിപരമായി അറിയുന്നവരായിരിക്കും. അത് ഇപ്പം മറ്റുള്ളവരുടെ ഒക്കെ കമന്റുകളുടെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും. എന്റെ പോസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ 2 പേര്, ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇടുന്നു, XY 2 പേര് വന്നിട്ട് അതിനകത്ത് കമന്റ് ചെയ്യുന്നു. അവര് തമ്മിൽ കുഞ്ഞുങ്ങളെ അനാവശ്യം പറയുക, കുടുംബക്കാരെയൊക്കെ അനാവശ്യം പറയുകയാണെങ്കിൽ ഞാൻ ആ 2 പേരെ എന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിടും. അതാണ് അന്തസ്. അല്ലാതെ ഇതെല്ലാം കണ്ട് പിന്നെ സന്തോഷിക്കുക എന്ന് പറയുന്ന ഒരു സാഡിസ്റ്റ് മൈൻഡ് എനിക്കില്ല. ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ അത് ചീത്ത വിളിക്കുവാണെങ്കിൽ പബ്ലിക്കായിട്ട് വിളിക്കും, ഒരു തർക്കമില്ല. പലരും പറയുന്നുണ്ട് 2 പേരുടെയും വീഡിയോ കണ്ടു കണക്കാ. ശരി, എന്നെ ഒരു മോശം വാക്ക് വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇപ്പുറത്തെ കരണത്തും കൂടെ വിളിക്കുക, അങ്ങനെയൊന്നും പറയില്ല. അതാണ് പറയുന്നത്. ഈ കണ്ണൂരുള്ള ആളാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം ഒരു 2 ആഴ്ച മുൻപ് കണ്ണൂർ ഇരിട്ടിയില് ഒരു 90 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ, 3 മാസം പ്രായമുള്ള കുഞ്ഞിന് ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി നമ്മളെ സമീപിച്ചു. ഇവനോട് പലതവണ കോംപ്രമൈസിന് ശ്രമിച്ചു, പോലീസ് വഴി ശ്രമിച്ചിട്ട് അവർ ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന ലെവലിലേക്ക് പോയപ്പോ ഇവൻ ദുബായിൽ ഇരുന്നിട്ട് ഈ കുട്ടിയെ ഫോൺ ചെയ്യുന്ന പോലും 1 മാസം 1.5 മാസമായിട്ട് ഈ കുട്ടിയെ വിളിക്കുക പോലും ചെയ്യാത്ത അവസ്ഥയിൽ ഇവനെ ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് ഇവന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊണ്ടുപോയി ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിലിട്ട് 48 മണിക്കൂറിനകത്ത് അതിന് പരിഹാരമായി. അപ്പൊ അവൻ അതിന്റെ വൈരാഗ്യം തീർക്കാനായിട്ട് ഇവളുടെ കൂടെ കൂടിയതാണ്. ജസ്റ്റിൻ എന്നാണ് അവന്റെ പേര്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ഇവർ തമ്മിലുള്ള ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അവരുടെ ഫാമിലി ഇഷ്യൂ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അവരുടെ ഫാമിലി ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ പോയിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ ജസ്റ്റിനോട് വ്യക്തമായി പറഞ്ഞതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിന് കുടുംബ കോടതിയുണ്ട്. ഒരു കുഞ്ഞിന് ആഹാരം കിട്ടാതെ ബുദ്ധിമുട്ടി അങ്ങനെ പ്രശ്നത്തിലാകുന്ന ഒരു കുട്ടി, ശിശുക്ഷേമ വകുപ്പുകളുണ്ട്. അതിന് ഞാൻ പറയാൻ ഒരു ക്ലിയർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ്, അവിടെ ലാൻഡ് ചെയ്തു. അവിടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു. ആര് ലാൻഡ് ചെയ്തു? അതിന് ഓതറൈസേഷൻ കിട്ടിയ അവകാശമുള്ളവർ അവിടെ ലാൻഡ് ചെയ്തു, അതിന് നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ട്. അത് അതിന്റെ വൈഡ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടതുമില്ല. ഇത് ഞാൻ അന്നലെയും ഞാൻ പ്രത്യേകം പറഞ്ഞു. അതിൻ്റെ ഏറ്റവും താഴെ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് പ്രവാസികളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രവാസികളെ, നമുക്ക് ഇവന്റെ ജോലി തെറിപ്പിക്കണം, ഇവന്റെ ഓഫീസിലേക്ക് വിളിച്ച് പറയണം, ഇവന്റെ ജോലി തെറിപ്പിക്കണം നമുക്ക് എന്ന ഇവളുടെ ആഹ്വാനത്തിനെതിരെയാണ് ഞാൻ അവനെ കാണാൻ പോയത്. വിളിക്കുമ്പോൾ ചെറുക്കൻ കരയുന്നുണ്ട്. അവരുടെ പേഴ്സണൽ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് അറിയ പോലുമില്ല. ഞാൻ അവനോട് അവന്റെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ടാവും. ഞാൻ അവനോട് വ്യക്തമായി പറഞ്ഞു, നീ ആ പെണ്ണിനെ ഉപദ്രവിക്കാനാണെങ്കിൽ ഞാൻ കൂട്ടു നിൽക്കില്ല.
അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. നിങ്ങളത് കുടുംബ കോടതിയിൽ തീർക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരിൽ മറ്റുള്ളവർ എത്രയോ ബന്ധുക്കളുണ്ട് അവരുടെ മുൻപിൽ അത് തീർക്കുക എന്ന് തന്നെയാണ് അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയല്ല, അതിന്റെ വൈരാഗ്യത്തിനല്ല അവൻ വന്നത്. ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടു എന്നും അവന്റെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കുമെന്നും ഞാൻ ഇവിടെ നിന്ന് ഫോണിൽ അവന് ഉറപ്പ് കൊടുക്കുകയാണ്. ഈ ഉറപ്പ് ഇവിടെ താമസിച്ചിരുന്ന കുട്ടി കേൾക്കുകയും സ്പൈയായ ഇവൾ അവളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ എന്ത് നടന്നത് ഇതാണ്. അവൾ എന്നെ ടാർഗറ്റ് ചെയ്തു. 1.5 വർഷം മുൻപുണ്ടായിരുന്ന പക അവള് വീണ്ടും പുറത്തെടുത്തു. അപ്പൊ അതിന് ഉണ്ടായ കാരണം ആ ചെറുക്കനാണ് എന്ന് അവന് പറയണമെന്ന് അവനുണ്ടായിരുന്നു. ജസ്റ്റിൻ പറഞ്ഞ അതാണ്, ചേച്ചി എനിക്ക് വേണ്ടിയാണ് ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ വന്ന് പെട്ടത്. അപ്പോ ചേച്ചി എനിക്ക് ആ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കണം. ചേച്ചി എൻ്റെ അടുത്ത് വരണം, ഈ കാര്യം പറയണം. ഇന്നലത്തെ ലൈവിൽ അവന്റെ ഭാര്യയുമായിട്ട് കോംപ്രമൈസ് ആയ കാര്യം പറഞ്ഞിട്ടില്ല. അവന്റെ ഭാര്യ ഒരു പ്രശ്നക്കാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. യാതൊരു സ്റ്റേറ്റ്മെന്റ് ഞാനോ ജസ്റ്റിനോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ജോലി കളയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രോബ്ലം ആയിരുന്നതും പ്രവാസികളെ ഇങ്ങനെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നതിനോടുള്ള എതിർപ്പുമാണ് ഞങ്ങൾ ഇന്നലെ അവിടെ ഒന്ന് പ്രകടിപ്പിച്ചത്, ചേർന്നുള്ള ലൈവിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഇനി നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യവും കൂടെ പറയാം. രാത്രി ജസ്റ്റിൻ അവന്റെ വൈഫ് വിളിച്ചിരുന്നു. ഇവൾ ഫോൺ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നീ ലൈവിൽ വരണം, എനിക്ക് വേണ്ടി സപ്പോർട്ട് സംസാരിക്കണം എന്നാണ് ജസ്റ്റിന്റെ വൈഫിനോട് ഇവള് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റിനോട് പറഞ്ഞ എന്താണെന്നറിയാമോ, നിന്നെ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾ അത് ചെയ്യില്ല, നിന്നെ അവൾക്ക് വേണ്ട എന്നാണെങ്കിൽ അവൾ അത് ചെയ്യട്ടെ, അതല്ലേ അതിന്റെ ശരി. അപ്പം തെറ്റും ശരിയും നമുക്ക് ക്ലിയർ ആകുമല്ലോ. അപ്പൊ അത് അവരുടെ പ്രോബ്ലമാണ്. ഞാൻ പറയുന്നു, അവരുടെ പ്രശ്നത്തിൽ എനിക്ക് താല്പര്യമില്ല. ഹസ്ബൻഡും വൈഫ് ലോകത്ത് എവിടെ അടികൂടിയാലും ഞാൻ അതിൽ താല്പര്യപ്പെടത്തില്ല. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മൂന്നാമത് ആളുകൾ ഇടപെടുന്നത് കൊണ്ടാണ് ആ ബന്ധം പിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇടപെടില്ല. അവന്റെ ജോലി പോവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. അവൻ പ്രവാസിയാണ്, എന്റെ വർഗമാണ്, ഞാൻ തീർച്ചയായും അവനെ സപ്പോർട്ട് ചെയ്തിരിക്കും. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അത് ക്ലിയർ. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ജസ്റ്റിൻ എനിക്ക് സപ്പോർട്ടിനല്ല വന്നത്. ഞാൻ ഇതിലേക്ക് വീഴാനുള്ള കാരണം അവനായതുകൊണ്ട് ആ കാരണം എല്ലാവരോടും പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, കണ്ണൂർ ഇരട്ടിക്കാരനാണ് ജസ്റ്റിൻ. അപ്പൊ ഞാൻ ഈ വിഷയങ്ങളൊന്നും അവരുടെ വിഷയങ്ങളൊന്നും ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടരുത്. നീ ഇനി മേലിൽ ഒരു കുടുംബത്തിൽ കയറി കളിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയും വാണിംഗ്. ഒരു കുടുംബത്തിലും കയറി നീ കളിക്കരുത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഞാനും പറയുന്നത്. അത് നിയമപരമായിട്ട് ഇപ്പൊ ജസ്റ്റിൻ തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞാലും ഈ ജസ്റ്റിനുമായിട്ടുള്ള എല്ലാ സംസാരങ്ങളുടെയും വോയിസ് റെക്കോർഡുകളൊക്കെ അതൊക്കെ അവരുടെ വിഷയം. നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ചെയ്യുന്ന വോയിസ് റെക്കോർഡ്സ് ഒക്കെ എന്റെ കൈവശമുണ്ട്. അപ്പോ ഞാന് ഇവരോട് ചെന്ന് ചോദിച്ചപ്പോ എന്താണ് ഇഷ്യൂ, നിങ്ങൾക്ക് ഇവരെ അറിയിച്ച് നിങ്ങൾ എന്റെ പേരിൽ വൈറലാകാൻ നടക്കുകയാണ്. ഇവരാരെന്ന ഇവരുടെ വിചാരം? ആ വോയിസ് റെക്കോർഡ് ഉണ്ട്, ഞാൻ വൈറൽ ഒരാളാണ്. അതുപോലെ തന്നെ എന്റെ പേരിൽ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു സ്ത്രീ, അവരോട് ഞാൻ ഇന്നലെ അവരെ എന്നെ ബന്ധപ്പെടുത്തി കുറെ അനാവശ്യങ്ങൾ പറയുന്നത് കേട്ടപ്പോ ഞാന് ഇവരോട് ചെന്ന് ചോദിച്ചപ്പോ എന്താണ് ഇഷ്യൂ, നിങ്ങൾക്ക് ഇവരെ അറിയിച്ച് നിങ്ങൾ എന്റെ പേരിൽ വൈറലാകാൻ നടക്കുകയാണ്. ഇവരാരെന്ന ഇവരുടെ വിചാരം? ആ വോയിസ് റെക്കോർഡ് ഉണ്ട്, ഞാൻ വയറ് നിറച്ച് തിരിച്ചു. അതാരാണെന്ന് മനസ്സിലായോ? സോണിയ മൽഹാറാണ്. സോണിയ മൽഹാറിന്റെ ഫോളോവേഴ്സിന്റെ ബലം കണ്ടാണ് അവളെയും കൂട്ടുപിടിച്ച് എന്നോട് യുദ്ധം പ്രഖ്യാപിച്ച് വന്നത്. ഞാൻ ഒരു സാധാരണ സ്ത്രീയാണ്, ഞാൻ മീഡിയ പ്രവർത്തകയല്ല. ഞാൻ ഒരു സാധാരണ സ്ത്രീയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. എനിക്ക് മീഡിയ പ്രവർത്തനം വശമില്ല. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എഴുതി അതിനകത്തിടും. വേണ്ട മീഡിയക്കാർ അതെടുത്ത് അവരുടെ സൈറ്റിലോ എവിടെയൊക്കെയോ കൊണ്ടിടും. ചിലരത് ഷെയർ ചെയ്യും, ചിലരത് വായിച്ചിട്ട് കളിയാക്കി ചിരിക്കും, കളിയാക്കി എന്നെ വിളിച്ച് പറയാറുണ്ട് എനിക്ക് വട്ടാണെന്ന്. അങ്ങനെ അല്ലാതെ എന്റെ ഫീൽഡോ, ഞാൻ ജേർണലിസ്റ്റ് അല്ല, എനിക്ക് ജേർണലിസം വശവുമില്ല, എനിക്കത് വശമില്ല. പക്ഷേ പൊതു കാര്യങ്ങളിൽ എനിക്ക് കിട്ടുന്ന അറിവ് അതൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ പറയും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നതിനെയും പെൺകുഞ്ഞുങ്ങൾക്ക് നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുക. പിന്നെ പ്രവാസികളെ തൊട്ടാലും ഞാൻ സംസാരിക്കാറുണ്ട്. ഓൾ കേരള പ്രവാസി അസോസിയേഷൻ എന്നതിൽ ഞാൻ മെമ്പറാണ്. പലയിടത്തും ഞാൻ പലതും പോയി എഴുതാറുണ്ട്, ചെയ്യാറുണ്ട്. അല്ലാതെ ഒരു മീഡിയ പ്രവർത്തനവും ഞാൻ ചെയ്യാറില്ല. എൻ്റെ ഭർത്താവിനുണ്ട്,
അത് അദ്ദേഹത്തിന്റെ വിഷയം, അദ്ദേഹം വന്നു പറഞ്ഞോളും. ഞാൻ എന്റെ കാര്യം മാത്രം ഇവിടെ അവതരിപ്പിക്കാം. കൊടുത്തിട്ടുണ്ട്. ഇവരാരാ? ഞാൻ ഫിജോ ജോസഫിന് 90,000 ഫോളോവേഴ്സ് ഉള്ള ID ജനുവരി 1-ാം തീയതി പൂട്ടിപ്പോയപ്പോഴത്തേക്കും നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞു നടന്ന സ്ത്രീ അല്ല ഞാൻ. എനിക്ക് അതിന്റെ അത് പോയാ വേറെ. ഞാൻ ഈ പബ്ലിക്കിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എന്റെ പേരിൽ കുറെ കേസുകളുണ്ട്, 47 കേസുകൾ. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ഈ നാട്ടിലല്ലേ നിൽക്കുന്നത്, ഞാൻ എവിടെ ഒളിവിൽ പോയിട്ടില്ലല്ലോ. ഞാൻ എവിടെ ഇത് ഇന്നലെ ഞാൻ ഇതിന് ആൻസർ ചെയ്തിരുന്നു. നിനക്ക് ഒളിവിൽ പോകാനാകില്ല, നിനക്ക് ഒപ്പിടണം. എവിടെ? ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നീ ഒപ്പിടണം. നീ കണ്ടീഷൻ ബെയിലിൽ പുറത്തു വന്ന വ്യക്തിയാണ്. കണ്ടീഷൻ ബെയിലിൽ പുറത്ത് ചുറ്റി നടക്കുന്ന സ്ത്രീയാണ് നീ. നീയും നിന്റെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന റിമിയുടെ ഭർത്താവ് ഹാരിഷ് സൈത്തും പ്രതികളാണ്. ഹാറ്റ്സ് കോർപ്പറേഷൻ എന്ന ഒരു ചീറ്റിംഗ് കമ്പനി നടത്തി ആളുകൾക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു വിസ തട്ടിപ്പുകാരിയാണ് നീ. നീ പുറത്തു പോകണമെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റികൾ നിന്നെ നോട്ട് ചെയ്യും. നിനക്ക് പോകാനാവില്ല. നീ ആ ലൊക്കാലിറ്റി തന്നെ നിൽക്കേണ്ടി വരും. മനസ്സിലായോ? അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അന്യദേശത്ത് പോയിരുന്ന വെല്ലുവിളിക്കുന്നില്ല. ഞാൻ ഈ നാട്ടിലുണ്ട്. അന്യദേശം എന്നും പറഞ്ഞ് നീ ദുബായിയെ കളിയാക്കരുത് ദയവ് ചെയ്ത്. ഇത് ഞങ്ങളുടെ 2ാമത്തെ വീടാണ്. ഞാനത് അഭിമാനത്തോടെ പറയും. ഇതെന്റെ വീടാണ്. ഇത് എനിക്ക് അന്നം തന്ന നാടാണ്. എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് അന്നം തന്ന നാടാണ്. ഇത് അന്യദേശമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതെന്റെ സ്വന്തം നാടായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ എനിക്കിവിടെ ഇത്ര ദിവസമേ നിൽക്കാമെന്നുള്ളൂ, പിന്നെ എനിക്ക് വിസ വേണം, അങ്ങനെയുള്ള ഡിമാൻഡ്സ് ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഞാനൊരു ഇന്ത്യൻ നാഷണാലിറ്റിയാണ്. ഈവൻ യൂസുഫ് അലി സാർ പോലും ഇവിടുത്തെ പാസ്പോർട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഇന്ത്യൻസ് ആണെന്ന്. ഇത് ഞങ്ങളുടെ 2ാമത്തെ വീടാണ്. ഞങ്ങളുടെ ആദ്യത്തെ വീട് ഞങ്ങളുടെ സ്വന്തം നാട്, ഇത് ഞങ്ങളുടെ 2ാമത്തെ വീട്. അഡ്രസ്, എന്റെ ഫോൺ നമ്പർ എല്ലാം പബ്ലിക്കിൽ ഇട്ടിട്ട് നിൽക്കുകയാണ് അല്ലേ? ശരിയാണ്. നിന്റെ അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ നീ പബ്ലിക്കിൽ ഇടും. നിന്റെ അഡ്രസ്സിനോ നിന്റെ ഫോൺ നമ്പറിനോ ഒന്നും ഞങ്ങളൊന്നും ഒരു കംപ്ലൈന്റും പറയുന്നില്ല. അതൊക്കെ നിനക്ക് ഇഷ്ടം മാതിരി ചെയ്യാം. പക്ഷെ ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഞാനോ ജസ്റ്റിനോ എന്നെ പോലുള്ളവരോ ഞങ്ങളുടെ നമ്പർ പബ്ലിസിറ്റി കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാത്രി ലേറ്റ് നൈറ്റിലൊക്കെ ഫോൺ കോൾ വരാനും അത്തരം ഫോൺ കോൾസിനെ എന്റർടൈൻ ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം വരും. പാതിരാത്രി ഫോൺ കോളും പാതിരാത്രി മെസ്സേജും ഒക്കെ വരികയും വെളുക്കുന്നതുവരെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. എന്റെ ഭർത്താവിനെ ഞാൻ സംരക്ഷിക്കണം. ഐ മീൻ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് സാധിക്കില്ല. അപ്പോ ഞങ്ങൾക്ക് ഈ ഫോൺ എന്റർടൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? തെറ്റാരാണ് ആ ദുബായിൽ സെക്സ് റാക്കറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു വാക്ക് ഞാൻ അതിന്ന് പിന്നോട്ട് പറയില്ല. നീ പറയാത്തിടത്തോളം ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. നീ എന്റെ നേരെ ചൂണ്ടിയ വിരൽ, ആ വിരൽ നീ തന്നെ പറയും. നീ തന്നെ പറയണം. അങ്ങനെ അല്ല എന്ന് നീ തന്നെ പറഞ്ഞ് നിന്നെ കൊണ്ടത് പറയിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായില്ലേ? എന്റെ ഉത്തരവാദിത്വമാണ്. കാരണം അനുഭവസ്ഥർ ഒരുപാടുണ്ട്. അനുഭവസ്ഥരിൽ ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ ഈ റീസെന്റ് ഇൻസിഡന്റിന് മുൻപുള്ള അവരെ അറിയുന്ന അവരുടെ കയ്യിൽ പെട്ടുപോയ ആളുകളുണ്ട്. സാക്ഷിയും തെളിവുകളുമുണ്ട്. അതേസമയം എന്നെ കുറിച്ച് വന്ന അലിഗേഷൻ, ഒരു സാക്ഷി, ഒരു തെളിവ്, ഒരു വേഗ് പെറ്റീഷൻ ആരെ കുറിച്ച് ആർക്കും പറയാം. ഒരിക്കലുമല്ല. നീ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? നിനക്ക് മറന്നുപോയതാണ്. ഞാൻ ഓർമ്മപ്പെടുത്താം. നിന്റെ വീട്ടിൽ ശ്രീജ എന്നൊരു കുട്ടി താമസിച്ചിരുന്നു എന്ന് നീ പറഞ്ഞു. ഈ കുട്ടിയുടെ ഇളയ മകനെ സെക്സ് കേസിൽ നീ അകത്താക്കാൻ ഒരു ശ്രമം നടത്തി. നിന്റെ ഇളയ മകനെ ഇവന്റെ കുഞ്ഞ് എന്തോ സെക്ഷുവലി മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവളെ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ നോക്കി. അവളുടെ സ്വർണങ്ങളൊക്കെ വാങ്ങി നീ പണയം വെച്ചിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഒരു 1.25 ലക്ഷം രൂപ നീ വാങ്ങിയെടുത്തിരുന്നു. ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ നീ ആ പെണ്ണിനെ ചെയ്താണിത്. ഞാൻ അവരുടെ വായും അവരുടെ ശബ്ദവുമായി വന്നതല്ല. എന്നോട് നീ പറഞ്ഞ കഥയാണിത്. ഞാൻ മറ്റേ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ നീ എന്നോട് പറഞ്ഞ കഥയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ഉള്ള നിനക്ക് കട തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കടയ്ക്ക് വയറിങ്, പിന്നെന്തോ പെയിന്റിങ്, അത്യാവശ്യം റാക്ക്, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. സഹായിക്കണം. അതിനുവേണ്ടി നീ ഒരു ഡ്രാമയും കളിച്ചു. നീ തന്നെ അവിടെ പോയിരുന്ന് പെയിന്റ് അടിക്കുന്നതാണൊക്കെ എന്നെ ഒന്ന് കാണിച്ചു. സിമ്പതി തോന്നി. ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു പെണ്ണ് ശ്രമിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണ്, സ്പെഷ്യൽ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണ്. കാരണം നിന്റെ കൂടെ ഉള്ളത് നിന്റെ കെട്ടിയവനെന്ന് എനിക്കറിയാം.
നീ മാത്രമാണെന്ന് എനിക്കറിയാം. നീ അത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി കൊണ്ടു കിടക്കുന്നതല്ലേ. റമി റഹ്മാന്റെ ഹസ്ബൻഡ് അല്ലേ അത്. അപ്പോൾ നീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണ്, ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. ഓക്കെ, ബാക്കിയിലേക്ക് പോവാം. ഇതിന്റെയൊക്കെ കേസുകളുടെ കോർട്ട് സ്റ്റാറ്റസ് എന്താണ്? അതെന്താണ്? അതിനെ കുറിച്ച് കൂടുതൽ ആരും പറയേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊരു ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തെറി വിളിക്കും, അല്ലെ എന്റെ ഹസ്ബൻഡിനെ പറയല്ലേ, എന്റെ അപ്പനെ അമ്മയെ പറയാം. അത് മുതിർന്നവരാണ് അല്ലേ, ഒന്നും അറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ആശ്രയത്തിൽ നിൽക്കുന്ന ആളുകളല്ല, മുതിർന്ന ആളുകളാണ്. ആ മുതിർന്ന ആളുകളെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് എന്താ സംസാരിക്കാം? നിങ്ങൾ എന്തും പറയും, ഞാൻ തിരിച്ചും പറയും. അത് അവിടെ കൊണ്ടങ്ങ് തീരുകയാണ്. ഈ ചെറിയ കുഞ്ഞുങ്ങളെ എന്തിനാണ് പറയുന്നത്? ചെറിയ മക്കളെ എന്തിനാ പറയുന്നത്? ഇത് മുഴുവൻ കേൾക്കണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം, കുഴപ്പമില്ല. ഇന്നലെയും ഇന്ന് മെനങ്ങാന്നും ഒക്കെ വന്ന എല്ലാ ലൈവിലും ഞാൻ വ്യക്തമായി നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, മാഡം, കുഞ്ഞുങ്ങൾ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കുമുണ്ട്. നിനക്ക് എന്ത് വികാരം തോന്നുന്നോ അതേ വികാരം ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളുടെ മക്കളോട്. ഞങ്ങളുടെ മക്കളെ, അതായത് എൻ്റെ മകനെ, എൻ്റെ മക്കളെ തോന്നിവാസം പറഞ്ഞാൽ തിരിച്ച് ഞാൻ പറയും. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഇനിയും പറയും. അവളെന്നല്ല, ലോകത്തിൽ ആര് എൻ്റെ മകനെ എൻ്റെ മുമ്പിൽ വെച്ച് തെറി പറഞ്ഞാൽ തിരിച്ച് ഞാൻ തെറി തന്നെ പറയും. നീ തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ നിനക്കിട്ട് തന്നെ തരുന്നുണ്ട്. തെറിക്കുത്തരം മുറിപ്പത്തൽ. ഇവിടെ മുറിപ്പത്തലല്ല, തെറിക്കുത്തരം തെറി തന്നെയാണ്. മനസ്സിലായോ? നീ എൻ്റെ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കും. നീ എൻ്റെ മക്കളെ വിളിച്ചാൽ ഞാൻ നിന്റെ മക്കളെ കൂട്ടി വൃത്തിയോട് പറയും. നോക്കണം. നീ മനസ്സിലാക്കാനാണ്. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയല്ല, ഞാൻ നിന്നെ തിരുത്തി നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരുപാട് പേരെ നന്നാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നിന്നെ ഞാൻ നന്നാക്കി അടങ്ങുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പൊന്നോളെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഞാൻ നിന്നെ നന്നാക്കി ഈ സമൂഹത്തിന് കൊടുക്കും. എനിക്ക് ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു ഡൊണേഷൻ അതാണ്. നിന്നെ ഞാൻ നന്നാക്കും. നീ നന്നായി തുടങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോ? സാധാരണ നീ എന്ന് പറഞ്ഞ ചാടുക ചെയ്യുക. നീ ഇപ്പൊ സൈലന്റ് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുക. നിന്നെ നന്നാക്കുക എന്നുള്ള എന്റെ ഉദ്യമത്തിൽ ഞാൻ ജയം തുടങ്ങിക്കഴിഞ്ഞു. സാധുവായി സംസാരിക്കാൻ നിന്നെ ഞാൻ പഠിപ്പിച്ചു. ഇല്ലേ? ഇപ്പൊ നീ തെറിയും പറയുന്നില്ല. ശരിയാണ്, നിന്നെ ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് അവള് പറയുന്ന കേട്ടു, അവളുടെ മകൻ അവളുടെ കൂടെ കിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരിക്കലും ഇല്ല. വളരെ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ഇന്നലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വോയിസ് കേൾപ്പിച്ച് വീണ്ടും കേൾപ്പിച്ച് ബോറടിപ്പിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. നിങ്ങളെ എല്ലാവരെയും ഒരുപാട് പേര് കണ്ട ലൈവാണ്. അതിനകത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, നിങ്ങളെ എൻ്റെ മകനെ പറ്റി പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയുടെ ഒപ്പമാണെന്നും ഞാൻ കരഞ്ഞവളുടെ കാലേ പിടിച്ചു എന്നും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നും ഒക്കെ ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് അലറി പറയുന്ന വോയിസ് റെക്കോർഡ് ഞാൻ ഇന്നലെ എല്ലാവരെയും കേൾപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതാണ് അതിന്റെ കാര്യം. ഇവള് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് ഇവള് പറഞ്ഞത് റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ വീണ്ടും ഇത് എല്ലായിടത്തും ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വേദന ഉണ്ടായ ഒരു സംഗതിയാണത്. അത്ര വേദന ഉണ്ടായ ഒരു സംഗതിയാണ്. എന്റെ ജിമ്മി എന്റെ മകനെ പോലെയാണ്, എന്റെ നായ്ക്കുട്ടി. അവന് ഞാൻ സെക്സ് ചെയ്യണമെന്ന് വരെ ഇവള് പറഞ്ഞു. അപ്പൊ നീ എന്ത് പറയുന്നോ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ഞാൻ ആദ്യം തുടങ്ങിയതല്ല, നീ തുടങ്ങി വെച്ചത് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സഹകരിച്ചാൽ നമുക്കിത് പെട്ടെന്ന് തീർക്കാം. നാട്ടുകാരുടെ ഡാറ്റ കളയണ്ട. അല്ലെങ്കിൽ ഞാൻ നിർത്തില്ല ഫിജോ, ഞാനിത് നിർത്തില്ല. നീ എന്ത് ചെയ്താലും ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടേ ഞാൻ മാറുള്ളൂ. മറുപടി ഞാൻ പറയും. മനസ്സിലായോ? പിടിച്ചു നിൽക്കാൻ വേണ്ടി സ്വന്തം മക്കളെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയമേ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ മകൻ അമ്മയുടെ കൂടെ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറ്റായിട്ട് എന്തിനാണ് കാണുന്നത്? എനിക്ക് 2 ആൺകുട്ടികളാണ്, അവർ രണ്ടുപേരും എന്റെ കൂടെ വന്ന് കിടക്കാറുണ്ട്. അതിലൊരു വേറൊരു അർത്ഥം എന്തിനാ ഇവർ വെച്ചത്? അപ്പൊ അങ്ങനെ നീ പറഞ്ഞെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. എന്റെ മക്കൾ എന്റെ കൂടെ അല്ല കിടക്കാറ്. അവർ 10 വയസ്സായപ്പോ തന്നെ ഞാൻ മാറ്റി കിടത്തി. പിന്നെ അവരുടെ കൂടെ കിടക്കുന്ന ബോറ, അവർ മാറി കിടക്കുന്നതന്നെയാണ് വൃത്തി. അങ്ങനെയാണ് നീ പറഞ്ഞതെങ്കിൽ ഞാൻ ഇതിന് ഒരു മറുപടി ഞാൻ പറയത്തില്ല. നീ അങ്ങനെ അല്ലടി പറഞ്ഞത്. നീ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മറന്നുപോയി കാണും. പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് ഞാൻ അങ്ങ് എടുത്തു. നിന്റെ സ്ഥിരം പരിപാടിയാണ് ഇൻബോക്സിൽ വരിക, അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് തെറി പറയുക, മക്കളെ ചേർത്ത് പറയുക. സ്ഥിര പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ റെക്കോർഡ് ചെയ്തങ്ങ് എടുത്തു. നീ ഓർത്തോണം, 1.5 വർഷം ഞാൻ ആ റെക്കോർഡ് വെച്ചിരുന്നു. അതിന്റെ ആ ഒരു അവസ്ഥ നിനക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ഞാനത് വെച്ചു എന്ന്. ഓരോ തവണയും നിന്റെയും മക്കളുടെയും വീഡിയോ കാണുമ്പം ഞാൻ നെഞ്ചുകൊണ്ടൊന്ന് അറയ്ക്കും. ഞാൻ വിചാരിക്കും, ഇല്ല ഇവളെ വെറുതെ വിട്ടേക്കാം,
എന്നെ ചെയ്തത് മറന്നേക്കാം, ക്ഷമിച്ചേക്കാം എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ റെക്കോർഡിങ് ഞാൻ അങ്ങ് ഇടും, ഇത് പ്ലേ ചെയ്യും. അപ്പൊ എനിക്ക് എൻ്റെ പഴയ ഊർജം തിരിച്ചു വരും. വിട്ടുകൊടുക്കരുത്. പറഞ്ഞ തെണ്ടിത്തരത്തിന് ഇവളെ കൊണ്ട് ഉത്തരം പറയിച്ചിട്ട് തന്നെ കാര്യം, മറുപടി ഇവള് പറയണം, പറയിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് ഞാൻ തീരുമാനിച്ചത്. ആ പറയൂ കുഞ്ഞേ, ഞാൻ ലൈവിലാണ്, നീ എന്താച്ചാ ചെയ്തോ. അപ്പൊ ബാക്കിയിലേക്ക് പോവാം. അവരുടെ മനസ്സിലാണ് ആ മോശമുള്ളത്. ആണായാലും പെണ്ണായാലും മക്കൾ അമ്മയുടെ അച്ഛനെയും കൂടെ വന്ന് കിടക്കും. അതിലൊരു കുടുംബ അന്തരീക്ഷം വേണം. ആ കുടുംബ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് അച്ഛനെന്നോ അമ്മയെന്നോ വേർതിരിവില്ലാതെ പ്രായവ്യത്യാസം കുടുംബ അന്തരീക്ഷം കൂടുമ്പോൾ ഇൻപമുള്ളതിനെ നമ്മൾ കുടുംബം എന്ന് പറയും. കൂടുമ്പോൾ ഇൻപമുള്ളതിനെ നമ്മൾ എന്ത് പറയും? കുടുംബം എന്ന് പറയും. നിന്റേത് കുടുംബമാണോ? നീ കൂടിയപ്പം ആർക്ക് ഇൻപം വന്നു? നിനക്ക് മാത്രം. അതിന് ഇൻപമെന്നല്ല പറയുക, അതിന് വേറൊരു പേരാ പറയുക. എത്ര കുടുംബം തകർത്തിട്ടാണ് നീ നിന്റെ കുടുംബം കെട്ടിപ്പടുക്കാൻ നോക്കുന്നത്? ഞാൻ ഇന്നലെയും വീണ്ടും റിപ്പീറ്റഡ്ലി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ ഇൻസൾട്ട് ചെയ്യാനല്ല, അതൊരു ട്രൂ ഫാക്റ്റാണ്. നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. അവളുടെ ഭർത്താവിനെ അവൾക്ക് തിരിച്ചു കൊടുക്കുക. പിന്നെ ഈ മതം, മുസ്ലിം മതം, രണ്ടുപേരെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിനക്ക് രണ്ടാം വീടറായിട്ട് തുടരാം, അങ്ങനെ ഞങ്ങളുടെ മതം അനുവദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 4 പേരെ കെട്ടാം ആണുങ്ങൾക്ക്. ഇനിയും വേണമെങ്കിൽ 2 പേരെയും കൂടെ നീ ചേർത്ത് വെച്ചുകൊടു, മനസ്സിലായോ? പക്ഷേ നീ ചെയ്യേണ്ട എന്തെന്നറിയാമോ? റമീയുടെ കൂടെ നിനക്ക് വിടാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഒരു സ്ത്രീ അവരവരുടെ ഭർത്താവിനെ ഷെയർ ചെയ്യാൻ തയ്യാറാകത്തില്ല. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ ശ്രമിക്കുക. ആ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ആ പിള്ളേരുടെ പഠിത്തത്തിന്, കോളേജ് ഫീസ്, സ്കൂൾ ഫീസ്, ആ ഇനത്തിലെങ്കിലും 10 രൂപ കൊടുക്കാൻ നീ ഒന്ന് ശ്രമിക്കുക. അത്രയെങ്കിലും നന്മ നിന്നിൽ അവശേഷിക്കട്ടെ, അത്രയെങ്കിലും നീ ചെയ്യാനൊന്ന് ശ്രമിക്കുക. അവര് സ്നേഹിക്കും, അവര് കൂടെ ഇരിക്കും, അവര് വന്ന് കിടക്കും, ഇരിക്കും, ഉറങ്ങും. അത് മോശമാണ് എന്ന് ചിന്തിക്കുന്നത് അവർക്ക് ബാല്യകാലത്തിലുണ്ടായ എക്സ്പീരിയൻസസ് വെച്ചിട്ടാണ്. എന്റെ ബാല്യകാലത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എന്റെ വീട്ടിൽ എന്റെ ബ്രദേഴ്സ് ആരും എന്റെ അടുത്ത് അങ്ങനെ മോശം പെരുമാറിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് കിടക്കാറും തടക്കാറും ഒക്കെ ഉള്ളത്. എന്റെ ഉമ്മയ്ക്കാണെങ്കിൽ ഗവൺമെന്റ് ജോബാണ്. ഉമ്മച്ചി രാവിലെ ഞങ്ങളെയൊക്കെ ഇട്ടിട്ട് അങ്ങ് പോവുക ചെയ്യുക. ഇവിടെ ആരും ഉണ്ടാവത്തില്ല. ഞങ്ങൾ പിള്ളേരുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞങ്ങൾ അവരെ കൂടെ തന്നെയാണ്, എൻ്റെ സഹോദരന്മാരുടെ കൂടെ തന്നെയാണ് ഞാൻ വളർന്ന് വലുതായി വന്നിട്ടുള്ളത്. അങ്ങനെയൊന്നും ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. എന്നെ ആരും അങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അതിനെല്ലാവരെയും നമുക്ക് പിടിച്ചിടാൻ പറ്റത്തില്ല. എല്ലാവരെയും നമ്മൾ അങ്ങനെ കണക്കൂട്ടാൻ പറ്റുമോ? എന്റെ അപ്പനും അമ്മയും ഞാൻ എത്ര മുതിർന്നു കഴിഞ്ഞിട്ടും ഞാൻ കല്യാണം കഴിച്ച് പോകുന്നിടം വരെ ഞാനും എന്റെ വീട്ടിൽ എന്റെ അപ്പനും ഞാനുമായിരുന്നു കൂട്ടുകാരും. ഇതൊക്കെ ഭയങ്കര ബോറാട്ടോ. നിന്റെ ചരിത്രം കേട്ട് ഈ പാവങ്ങളുടെ ഡാറ്റ ഞാൻ കളയുന്നില്ല, അതുകൊണ്ട് പാസ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. മകനോടോ ഒരപ്പനും മകളോടോ ഉള്ള ബന്ധത്തെ അത് ഒരു സെക്ഷൽ നീഡാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ആ ആളുകളുടെ മനസ്സ് രോഗാതുരമാണ്. അതിന് ചികിത്സയില്ല. അതെനിക്കും പറയാനുണ്ട്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിക്കൊപ്പം മോശക്കേട് പറയുന്നവൾക്ക് മാനസിക പ്രശ്നം തന്നെയാണ്. അവളുടെ മനസ്സ് ശരിയല്ല, അവളുടെ മനസ്സിലെ വൈകല്യമാണത്. നായ്ക്കൊപ്പവും കുട്ടികൾക്കൊപ്പവും കണ്ടവനിക്കൊപ്പവും ഒക്കെ ഇഷ്ടം പോലെ വൃത്തികേട് പറയുന്നത്, നായ്ക്കൊപ്പം പറയുന്നതും ഒക്കെ മോശക്കേടാണ്. അങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം. നിന്റോട് ആരാ പറഞ്ഞ അതിന് ട്രീറ്റ്മെന്റ് ഇല്ലെന്നോ? അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് കുട്ടി, ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് മുൻകാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് മറ്റാരിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ആ ഭയത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. അതിന് എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കെന്നല്ല ഈ ഭൂമിയിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല. അത് അവര് സ്വയം തിരിച്ചറിയുന്ന കാലം വരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അവര് കുറെ അനാവശ്യങ്ങൾ അവർക്ക് പറയാനുള്ളതാണ്. 1 by 1 ആയിട്ട് കാര്യം പറഞ്ഞാൽ പോരെ. അവരെന്തിനാണ് അനാവശ്യം പറയുന്നത്? 1 by 1 ആയിട്ടല്ലേ പറയുന്നത്? 5 പിള്ളേർ 5 പേരുടെയാണെന്ന്. ഇത് അവരെ ബാധിക്കുന്ന ഒരു വിഷയം. 5 പിള്ളേരെ 5 പേരുടെയാണെന്ന് ഞാൻ പറഞ്ഞു, ശരിയാണ്. 5 പിള്ളേര് 5 പേരുടെന്ന് ഞാൻ പറഞ്ഞു, ശരിയാണ്. എന്റെ ഇളയ കുഞ്ഞിന് തന്തയില്ലെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞോടി, നീ പറഞ്ഞോ? എന്റെ കൊച്ചിന് DNA ടെസ്റ്റ് നടത്തിയ തന്തയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടേണ്ടി വരും നീ പറഞ്ഞോ? മൂത്തത് ആദ്യത്തെ ഭർത്താവില്, രണ്ടാമത്തെ ഭർത്താവില് നീ ഡാൻസ് കളിച്ച് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ എന്തോ ചെയ്യണം? അയ്യോ മോളെ, എന്റെ കുട്ടികളൊന്നും പറയല്ലേ, അങ്ങനെ പറയല്ലേ മോന്, താത്ത കരയണമായിരുന്നോ? നീ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? അയ്യോ, നീ എന്റെ മക്കളെ പറഞ്ഞാൽ തിരിച്ചു പറയും. നൊന്തോ
നിനക്ക് നൊന്തോ? നോകാൻ വേണ്ടി തന്നെ പറഞ്ഞു. നിന്റെ 5 മക്കളും 5 എണ്ണത്തിന്റെ ആണെന്ന് ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. നോകാനാണ്, വേദനിക്കാനാണ്. നീ വേദനിപ്പിക്കുന്നവർക്ക് എങ്ങനെ വേദനിക്കും എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഇത് ഇന്നൊന്നിലും തുടങ്ങിയ പരിപാടിയല്ല. മുന്നേ വീട്ടിൽ പോലും ചെയ്യാറുണ്ട്. ഒരാളെ ഇൻസൾട്ട് ചെയ്താൽ ആ ഇൻസൾട്ട് ചെയ്ത അതേ സിസ്റ്റത്തിൽ ഞാൻ തിരിച്ച് ഇൻസൾട്ട് ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഹേർട്ട് ചെയ്യും, എന്തുമാത്രം നമുക്ക് പെയിൻ ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. നീ ഇനി പറഞ്ഞാൽ ഞാൻ നിന്നെ കൊണ്ട് DNA ടെസ്റ്റ് വരെ എടുപ്പിക്കും, ചെയ്യും. അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ അവരെ ബാധിക്കില്ല. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. പിന്നെ അവര് പറയുന്നു അവര് പലരും കൂടെ കിടക്കുന്നെങ്കിൽ അവരുടെ തണ്ടലിന്റെ ബലമാണ്. അവർക്ക് തണ്ടലല്ല, എന്തിനു ബലമുണ്ട്? അവർക്ക് 6 കൂടെ വേണേലും പോകാം. പക്ഷെ അതിന് ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കരുത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനിഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കരുത്. ഒരു സെക്സ് റാക്കറ്റ് നടത്തുക, അതിലേക്ക് പെൺകുട്ടികളെ ചാടിക്കുക, അവരെ സേവ് ആകാൻ നോക്കുമ്പോഴത്തേക്ക് അവരെ പല കാര്യങ്ങൾ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുക. അതൊക്കെയാണോ ഇവര് പറയുന്ന? ഈ പറഞ്ഞതിൽ തന്നെ അവൾ എന്താ ചെയ്തേന്നുള്ളതുണ്ട്. പെണ്ണുങ്ങളെ ചാടിക്കുക, മനസ്സിലായി? ഞാൻ ഇവിടെ പിടിച്ചെടുത്ത 2 കുട്ടികളെ ചാടിക്കുക, എന്നിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുക. എങ്ങനെ? ചാടിക്കുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക. അത് അവള് ചെയ്ത കാര്യമാ പറയുന്നത്. പിന്നെ ഈ കുട്ടി വന്നതുകൊണ്ട് കട്ടായതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുട്ടി എന്ന് പറയുന്ന കുട്ടിയെ ഒന്ന് രംഗത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ആരാണ് ഈ കുട്ടി? 42 വയസ്സുള്ള പെണ്ണോ? കുട്ടിയാ? അതെങ്ങനെയാ കുട്ടിയാവുക? അവൾ ഇവിടെ ഇരുന്നപ്പോ എന്നെ തള്ളയെ കിളവി ഈ മുതുക്കി ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് 42 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ 42 വയസ്സുള്ള ഞാൻ തള്ളയാവുമെങ്കിൽ നീ എന്തോ ഉമ്മാമായ? എന്നെക്കാട്ടി വയസ്സുണ്ട് അതിന്. 3 കുട്ടികളുടെ അമ്മയാണ്. ആ കുട്ടിയെ ഒന്ന് രംഗത്ത് കൊണ്ടുവരൂ. ഞാനും അതല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ കുട്ടിയെ കൊണ്ടുവരൂ. കുട്ടിയെ കൊണ്ടുവന്ന് നിങ്ങൾ ലൈവിൽ, നീ ലൈവിന്റെ റാണിയല്ലേ? നീ ലൈവ് റാണി. ആ കുഞ്ഞിനെ ഒന്ന് വെളിയിൽ കൊണ്ടുവരൂ. ആ കൊച്ചിനെ ഞാനൊന്ന് കാണട്ടെ. പൊടിമോള് 18 വയസ്സുള്ള കുട്ടീനെ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വിസിറ്റിൽ കൊണ്ടുവന്ന് ഇറക്കി ഞാൻ സെക്സിലേക്ക് ഇറക്കാൻ ശ്രമിച്ച ആ പൊടി മോളെ ഞാനൊന്ന് കാണട്ടെ. മോളെ, നീ അവളെ ഒന്ന് രംഗത്തേക്ക് കൊണ്ടുവരൂ. നീയും നിന്റെ നന്മമരവും കൂടെ അവളെ ഒന്ന് രംഗത്തേക്ക് കൊണ്ടുവരിക. പിന്നെ ഈ പറയുന്ന കുട്ടിയെ ഞാൻ മർക്കസിൽ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അതറിയോ എനിക്ക്? ഞാൻ മർക്കസിൽ കൊണ്ടുപോയിട്ടുണ്ട്. മർക്കസിൽ കൊണ്ടുപോയി ഞാൻ അവിടെ അവർക്കൊരു ഇന്റർവ്യൂ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മർക്കസിൽ ഞാൻ കൂട്ടി കൊടുക്കാൻ കൊണ്ടുപോയതാ, ഇന്റർവ്യൂവിന് കൊണ്ടുപോയതാ. മർക്കസിലേക്ക് കൊണ്ടുപോയത് ഇന്റർവ്യൂവിനാ. ഗ്രേലൈൻ്റെ കാര്യം പറയുന്നു, അവിടെയും കൊണ്ടുപോയിട്ടുണ്ട് ഇവളെ. എന്തിനാ ഗോപി പറഞ്ഞ കണക്ക് നിന്റെ അടിമ. ഇന്ററപ്ഷൻ ആണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാ. സോറി ഫോർ ദ ഡിലേ. അടുത്ത് ചാരിറ്റി എന്ന് പറയുന്നത്, ഇവര് ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് അതാണോ? തെറ്റ്. നീ ഇങ്ങനെ തെറ്റ് പറഞ്ഞ ഞാൻ ഇത് പറഞ്ഞ് എന്റെ ഊപ്പാട് വരുമല്ലോ. എന്റെ റബ്ബേ മോളെ, ഞാൻ ചാരിറ്റി ചെയ്യുന്നില്ല. ചാരിറ്റി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ചാരിറ്റി ഞാൻ ചെയ്യാറില്ല. ഞാൻ യാതൊരുവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഇൻവോൾവ്ഡ് അല്ല. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലും അല്ല. പണ്ട് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ പോലും ഒരു രീതിയിലുള്ള ചാരിറ്റിയും ഞാൻ ചെയ്യാറില്ല. ഞാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ ജോലി അന്വേഷിച്ച് വന്നാൽ അയാൾക്ക് എന്റെ അറിവിലേക്ക് എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കും. ഞാൻ വേറെ ഒന്നും ചെയ്തു കൊടുക്കാറില്ല. അതൊരു സഹായമാണ്. ഒരാൾ ഭക്ഷണം അന്വേഷിച്ച് വന്നാൽ എന്റെ കയ്യിൽ ആഹാരമുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനുള്ളതിൽ ഒരു പങ്ക് വെച്ചിട്ട് ബാക്കി ഞാൻ അങ്ങോട്ട് കൊടുക്കും. അതൊരു സഹായമാണ് ഞാൻ ചെയ്യുന്നത്, ഒരിക്കലും ചാരിറ്റി അല്ല. അത് എന്റെ പരിപാടി അതല്ല. ഒരാളുടെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എന്റെ സ്വഭാവമല്ല. എനിക്ക് ഇഷ്ടമില്ല. അത് ഞാൻ ചെയ്യാറില്ല. ചാരിറ്റിയോട് എനിക്ക് അങ്ങേയറ്റം വെറുപ്പാണ്. ഇഷ്ടമില്ല എനിക്കത്. പൗരബോധം വേണം. ഞാനിത് ആരോടും പറയാറില്ല. എനിക്കത് പറയാൻ ഇഷ്ടമില്ല. എന്നാലും ഞാൻ പറയണമെന്നൊരു നിർബന്ധത്തിൽ ഞാൻ പറയുന്നതാണ്. ഒരു പൗരൻ, ഓരോ പൗരനും അവരവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയിരിക്കണം. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് എടുത്ത് നമ്മൾക്കിട്ട് തന്നെ അവർക്ക് തിരിച്ചു ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും അറേഞ്ച്മെന്റ്സും ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ റൈറ്റ്സ് ആണത്. അത് ചാരിറ്റി എന്ന രീതിയിൽ മറ്റുള്ളവരെടുത്തിട്ട് അലക്കുമ്പോൾ അതിനെ സമ്മതിച്ചു കൊടുക്കുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾ രാജ്യത്തോട് ചെയ്യുന്ന തെറ്റാണ്. പൗരധർമ്മം മനസ്സിലാക്കിയവൻ അത് ചെയ്യില്ല. അത്തരം പോഷത്തരങ്ങളെ എന്റർടൈൻ ചെയ്യത്തില്ല. മനസ്സിലായോ? ഭരണഘടന വായിച്ചു നോക്കുക.
ആദ്യത്തെ ആമുഖം വായിച്ചാലും മതി, ബാക്കി മൊത്തം വായിക്കണമെന്നില്ല, അത്യാവശ്യം നോളജ് കിട്ടും. ഓക്കെ? കേരള പോലീസിലേക്ക് പരാതി അയക്കുന്നു. ഞാൻ മുഖ്യമന്ത്രിക്ക് കേരള പോലീസ് ഇവളെ കൊണ്ട് മടുത്തിട്ടാ ഉള്ളത്. അത് കേരള പോലീസുകാർ പറഞ്ഞു. റിപ്ലൈ വന്നിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ അന്വേഷണം വന്നു കഴിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അവരുടെ കയ്യിൽ മീഡിയ ലൈസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹൈക്കോടതി പൂട്ടിക്കാൻ ഉത്തരവിട്ട ഒരു മീഡിയയുടെ റിപ്പോർട്ടർ ആയിട്ടിരിക്കുമ്പോൾ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇനി അവർ ആ ഓർഡർ ക്വാഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ, എന്റെ സുഹൃത്തുക്കളെല്ലാമായിട്ട് നമുക്ക് ഒരാളെ മാനസികമായിട്ട് തകർക്കണമെങ്കിൽ ഏറ്റവും വൃത്തികെട്ട ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും മോശമായിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിത ലൈംഗിക ആരോപണമാണ്. അത് അവരങ്ങനെ അങ്ങനെ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഒരാളെ തകർക്കാൻ, ഒരാളെ മോശം പറയാൻ ഏറ്റവും എളുപ്പമാർഗം എന്താണ്? ലൈംഗിക അവിഹിതങ്ങൾ പറയുക എന്നുള്ളതാണ്, അല്ലേ? അത് തന്നെയല്ലേ ഞാനും പറയുന്നത്. ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിത ശൈലിയിൽ പോയ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ആരെ കണ്ടാലും അങ്ങനെ തോന്നും. ഞാൻ അങ്ങനെ ഒരു ശൈലിയിലുള്ള ഒരാളല്ല. എനിക്കൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്. ഞാൻ ആ ഒരു വ്യവസ്ഥാപിത ഇതിനകത്ത് നിൽക്കും. ഇന്നലെയും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, ഇന്നും പറഞ്ഞു, മെനങ്ങാന്നും പറഞ്ഞു. അത് കുടുംബം എന്നല്ലടി പറയുക, അതിനെ സെറ്റപ്പ് എന്നാ പറയാ. നീ എത്രയും പെട്ടെന്ന് അവന്റെ ഭാര്യയുടെ റിമി റഹ്മാന്റെ കൺസെന്റ് വാങ്ങിക്കുക. കൺസെന്റ് വാങ്ങിയിട്ട് ഞങ്ങളുടെ ജമാഅത്ത്, അതായത് മുസ്ലിം ജമാഅത്തിലേക്ക് ചെന്ന് സാര്യം പറയുക. നിന്നെ അവർ മതം മാറ്റും. നീ ഇപ്പൊ ഒരു കള്ളസാധനം കൊണ്ട് നടക്കുന്നില്ലേ? എവിടെ? ആറ്റിങ്ങര പള്ളിയിൽ പോയിട്ട് ജന്നത്തുൽ ഫിർദൗസ് എന്നൊക്കെ ആക്കി വെച്ചിരിക്കുന്നില്ലേ? അതങ്ങോട്ട് ലീഗലൈസ് ചെയ്യാം. ഇവരുടെ ജമാഅത്തിലേക്ക് കൊടുക്കണം. ജന്നത്ത് എന്നുള്ള പേര് എനിക്ക് ലീഗലാക്കി തരണം, പള്ളിക്കാരെ ഇറക്കണം. മനസ്സിലായോ? അവരെടുത്ത് പറയുമ്പോൾ നിന്നെ അവർ ജന്നത്താക്കും. ജന്നത്തെന്ന് അയാൾ നിനക്ക് പേരിട്ടുണ്ടെന്ന് അറിയാമോ? അയാളുടെ ഭാര്യയേക്കാൾ സ്വർഗം നീയാ. സ്വർഗമാ ജന്നത്തെന്ന് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥം. ആ സ്വർഗമാണ് നീ. അപ്പൊ ആ സ്വർഗത്തിനെ ലീഗൽ ചെയ്യാനുള്ള ബാധ്യത എനിക്കല്ല, അയാൾക്കാ. അയാളോട് പറയുക, അയാളുടെ ആദ്യ ഭാര്യ, അയാളുടെ ഭാര്യ, എപ്പോഴുമുള്ള അയാളുടെ ഭാര്യ റിമി റഹ്മാന്റെ കൺസെന്റ് വാങ്ങി മോള് കൊണ്ടുപോയി പള്ളിക്കാരോട് പറഞ്ഞ ഇയാളുടെ രണ്ടാം വീടരായി മോളെ അവര് ലീഗലൈസ് ചെയ്ത് തരും. എന്നിട്ട് കുടുംബത്തിന്റെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ മതി. ഞാൻ ഇന്നലെ നിനക്ക് വ്യക്തമായി കാണിച്ചു തന്നു മാരേജ് സർട്ടിഫിക്കറ്റ് എന്താന്ന്. കാണിച്ചു തന്നില്ലേ? ചുമ്മാ ഇരിക്കണം കേട്ടാ, കൊഞ്ചല്ലേ. ഞാൻ വെറുതെ വല്ലതും വിളിച്ചു പറയുവേ. ഒരാളാണ് ഞങ്ങള് ഒന്നിച്ച്. ഇപ്പോഴും ഞാനും എന്റെ ഭർത്താവും ഒന്നിച്ച് തന്നെയാണ് ജീവിതം. അദ്ദേഹം എന്നെ എവിടെ ഇട്ടിട്ട് പോയിട്ടില്ല, ഞാൻ എന്നെ അദ്ദേഹത്തെ എവിടെ ഇട്ടിട്ട് പോയിട്ടില്ല. നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാം. ഇത് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളില് ഒരു വല്ലാത്ത ഒരു പിന്നെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ ബെഡ്റൂമിലേക്ക് വരെ അങ്ങ് പോകാണ്. നിന്റെ ഹസ്ബൻഡിന് അതില്ല എന്ന് പറയാൻ ഇവർക്ക്. നിന്റെ ബെഡ്റൂമിൽ കയറി എത്തി നോക്കിയിട്ടല്ല ഞാൻ ആ കാര്യം പറഞ്ഞത്. നീ എപ്പോഴും ഇപ്പോഴും ഏത് നേരവും സെക്സിന്റെ കാര്യം മാത്രം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നീ തന്നെ പബ്ലിക്കായിട്ട് അതിനകത്ത് എഴുതിയും വെക്കും, എന്റെ ഭർത്താവ് നന്നായി ചെയ്തു തരുന്നുണ്ടെന്ന്. ഈ നന്നായി ചെയ്തു തരുന്നുണ്ട് എന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഒന്നും നടക്കുന്നുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനകത്തേക്കെങ്കിലും ഒന്ന് എഴുതി ചേർക്കട്ടെ എന്ന്. ഇനി ഒരു കാര്യം, ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയ കാര്യവും കൂടെ അതും കൂടെ ഞാൻ പറയാം. ഹാരിഷിന് പ്രത്യേകിച്ച് മൊബൈലിൽ കളിക്കാനൊന്നും അറിയത്തില്ല. ഓൻ അക്കൗണ്ടും ഇല്ല. ആ അക്കൗണ്ട് യൂസ് ചെയ്യണ നീയല്ലേ, അത് ഞാൻ വിറ്റ്നസ് അല്ലേ. അപ്പൊ അതിനകത്തിരുന്ന് അവൻ എന്റെ ഭാര്യയെ ഞാൻ ചെയ്യിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിടുന്നത് നീ തന്നെയല്ലേ. അത് ഞാൻ കണ്ടതല്ലേ, ഞാൻ കണ്ട കാഴ്ച പറഞ്ഞതാണ് കുട്ടി. അല്ലാതെ നിന്റെ ഭർത്താവ് എൻ്റെ ഒപ്പം വന്നുറങ്ങി ഞാൻ അങ്ങനെ അവനെ തെളിയിച്ചു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ എന്നെ എവിടെ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി നോക്കിയാലും ഇതൊന്നും എന്റെ സെമനെന്നാ നിന്റെ മാപ്പിളയുടെ സെമനൊന്നും എന്റെ ദേഹത്ത് ഉണ്ടാവത്തില്ല. അവന്റെ വിയർപ്പോ അവന്റെ തുപ്പല് പോലും എന്റെ പുറത്തുണ്ടായിട്ടുണ്ടാവില്ല, കാണൂല. കാരണം ഞാൻ ഡീസന്റ് ആടി. നിന്റെ മാപ്പിളയുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ ഡീസന്റാ, ആ ഒരു കാര്യത്തിൽ ഞാൻ ഡീസന്റാ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ നാൾ വഴി നിനക്ക് മനസ്സിലായി. നീ ഇങ്ങനെ കിടന്നിട്ട് എല്ലാവരുടെയും ഭാര്യയില്ല, ഭർത്താവില്ല, അവർക്ക് അവന്റെ കൂടെ, ഇവന്റെ കൂടെ എന്ന് പറയുമ്പോൾ അതൊരു നിനക്കൊരു ഒരു മാനസിക പ്രശ്നമാണ്. നിന്റെ മനസ്സിൽ അതിങ്ങനെ അടിയുറച്ച് കയറിയിരിക്കുകയാണ്. നീ അത്തരം ഒരു വൈകല്യത്തെ കൂടെ പാസ് ത്രൂ ചെയ്യുന്ന പെൺകുട്ടിയാണ്. നീ ഒരു പേഷ്യന്റ് ആണ് മോളെ. നിനക്ക് മാനസിക അസുഖമാണ്. നിനക്ക് ദേഹം മുഴുക്ക പുണ്ണുണ്ട്, അത് വേറൊരു അസുഖം. അതല്ലാതെ നിന്റെ മനസ്സിനൊരു പ്രോബ്ലം ഉണ്ട്. ഇനി
ശിശുക്ഷേമ സമിതിക്കാരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. 5 കുട്ടികൾ അപകടത്തിലാണ്. ഇത്തരം മാനസിക വൈകല്യമുള്ള ഒരു സ്ത്രീയുടെ കൂടെ ഈ 5 കുഞ്ഞുങ്ങളെ വിട്ടാൽ അവരുടെ ഭാവി സുരക്ഷിതത്വം പ്രശ്നത്തിലാണ്. പ്ലീസ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദിസ്. 5 മക്കളാണ്, 5 പൊടി മക്കളാണ്, പൊടി മക്കൾ, 5 പൊടി മക്കൾ. 2 കൊല്ലം കൂടെ നീ പൊടിമോളുടെ കാര്യം വെച്ചിട്ട് കളിക്കുള്ളൂ. പക്ഷെ നീ മിടിക്കുകയാണ്, കാരണം വീണ്ടും ഉള്ളത് 2 കുട്ടികളും പെൺകുട്ടികളാണല്ലോ. നിനക്ക് പോക്സ്കോയ്ക്ക് പുതിയ വഴിയാണല്ലോ. നീ പ്രസവിക്കുന്ന പോസ്കോ ഉണ്ടാക്കാനല്ലേ. നമ്മളൊക്കെ പ്രസവിക്കുന്ന കുട്ടികളെ വളർത്താനും കുഞ്ഞുങ്ങൾ ഞങ്ങളെ അമ്മയെന്ന് വിളിക്കാനും വയസ്സുകാലത്ത് ആ കുട്ടികളുടെ സംരക്ഷണത്തിൽ ജീവിക്കാനും സന്തോഷിക്കാനും ഒക്കെയാണ്. നീ മക്കളെ പറ്റിവിടുന്നത് എന്തിനാണ്? പോസ്കോ ഉണ്ടാക്കാനല്ലേ. എത്രയായി പോസ്കോ റാണി? പോസ്കോ റാണിക്ക് ഇഷ്ടം പോലെ പോസ്കോ കേസുകളല്ലേ. പോക്സോയാ പോസ്കോയാ എനിക്കത് ശരിക്കും അറിഞ്ഞു പോലും കൂടാ. എക്സ്പീരിയൻസ് ഉണ്ടോ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന്? അത് എന്റെ വ്യക്തിപരമായ ഇഷ്യൂ, എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അവരുടെ ബെഡ്റൂമിലെ അനുഭവം എന്റേതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അതാ എന്റെ ബെഡ്റൂമിലെ അനുഭവം ഞാൻ എവിടെയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അതിലിപ്പത്തിരി കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചു, കൂടുതലുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻജോയ് ചെയ്തു. അത് ഞാനും അദ്ദേഹവും തമ്മിൽ അറിഞ്ഞാൽ മതി. അങ്ങനെ തന്നെയാണ് എനിക്കിഷ്ടം. അന്തസ്സുകേടാണ്. അതിനാണ് പറയുന്നത് മര്യാദകേടെന്ന് പറയുന്നത്. അവരുടെ അനുഭവം എന്താണോ അതാണ് മറ്റുള്ളവർക്കെന്ന് പറയരുത്. അത് പറയരുത്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ തെളിവുണ്ടാവണം, വ്യക്തമായ തെളിവ്. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ വഴി ദുബായിൽ ഇരുന്ന് ഇത്രയേറെ അബ്യൂസ് ചെയ്ത സ്ഥിതിക്ക് അതിന് പരാതി വേറെ ഉണ്ടാവും. ഇന്നലെ തന്നെ നമ്മളത് ദുബായ് പോലീസിലേക്ക്, ദുബായ് CID. നീ ഒരു ഇന്ത്യൻ പൗരയാണല്ലോ, അതുപോലെ ഞാനും ഒരു ഇന്ത്യൻ പൗരയാണ്. മനസ്സിലായില്ലേ? അത്യാവശ്യം നിയമങ്ങളും നിയമവശങ്ങളും കാര്യങ്ങളും കാര്യഗ്രാഹവുമുള്ള, അത്യാവശ്യം എഡ്യൂക്കേഷനുള്ള, അത്യാവശ്യം നിയമം അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നീ കേസ് കൊടുക്കണം. കാരണം ഞാൻ കൊടുത്തിട്ട് ആരും എടുത്തില്ല. എല്ലാരും പറഞ്ഞത് ഈ പെണ്ണിൻ്റെ കൂടെ കിടന്ന് അടികൂടാതെ മാഡത്തിന്റെ വഴി നോക്കുന്നതാണ്. നീ കേസ് കൊടുക്കണം. നിന്നെ പ്രതിക്കൂട്ടിൽ എനിക്ക് കിട്ടണം. മനസ്സിലായില്ലേ? നീ വാദിയായിട്ടായാലും മതി, നീ പ്രതിയായിട്ട് വേണമെന്നില്ല, നീ വാദിയായിട്ട് മതി. എനിക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സർവ്വ സാധനവും. ഞാൻ സേവ് ചെയ്ത് എൻ്റെ ലാപ്പിലും മൊബൈലിലും അല്ലാതെയും പ്രിന്റ് എടുത്തും. ഇത്ര ബണ്ടിലിനുണ്ട് നീ അടിച്ച പോസ്റ്റ്. 38 പോസ്റ്റ് എനിക്കെതിരെ. തേവിടിശി, വേശി, കൂട്ടിക്കൊടുപ്പുകാരി. നീ പറഞ്ഞ ലാംഗ്വേജിൽ നീ എന്നെ തെറി വിളിച്ചില്ലെന്ന് നീ ഈ ആരെ കൊണ്ട് പറയിച്ചാലും ആകില്ല. നിന്റെ പേരിൽ, നിന്റെ ടൈം ലൈനിൽ നീ എഴുതിയിട്ട തെറികൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നീ കൊണ്ടുപോകണം. നീ ആദ്യം കേസിന് പോകണം. ഡേറ്റ് വൈസിൽ ഞാൻ അതെടുത്ത് നിരത്തും. അതിനുള്ള മറുപടി 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷത്തിനിപ്പുറമാണ് ഞാൻ നിനക്ക് തരുന്നത്. എനിക്ക് 1.5 വർഷം എടുത്തു അതിന് മറുപടി പറയാൻ. കാരണം 1.5 വർഷം ഞാൻ മാനസിക പീഡനത്തിലായിരുന്നു. മാനസികമായി ഞാൻ തകർന്നു പോയിരുന്നു ഈ ഒരു വിഷയം കൊണ്ട്. ഞാൻ റിക്കവർ ചെയ്യാൻ 1.5 വർഷം എടുത്തു. ഇനി ഒരു തിരിച്ചുപോക്ക് നീ പ്രതീക്ഷിക്കണ്ട. ഞാൻ മുൻപോട്ട് തന്നെയാണ്. ഞാൻ പരാതി അയച്ചു. അപ്പൊ നോൺ റെസിഡന്റിന് എങ്ങനെ പരാതി അയക്കാൻ പറ്റുമെന്നുള്ളതാണ്. നോൺ റെസിഡന്റ് അല്ല, അവിടെ ആളുണ്ട് പരാതി കൊടുക്കാനായിട്ട്. ഈ ലൈവിൽ എന്നെ പറഞ്ഞതുപോലെ തന്നെ ദുബായിൽ നിൽക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട്. അവരത് പരാതിയായിട്ട് പോയിട്ടുണ്ട്. അതിലവിടെ പോലീസിൽ പരാതി കൊടുക്കുന്ന അവരതുമായിട്ട് നീങ്ങുന്നുണ്ട്. അപ്പൊ ഇവരെ എന്ത് വേണേലും ചെയ്യാം, അവരെന്ത് വേണേലും ചെയ്യാം. ഇനി ന്യൂസ് ഗിൽ എന്ന് പറയുന്ന ഒരു ചാനല്, അത് ആരുടെ ചാനലാണ്? ആരുടെ ചാനലാണ്? ഈ പറയുന്ന ശബരിമല ആചാരങ്ങളെ ഒക്കെ പരിഷ്കരിക്കാൻ ഇറങ്ങി തിരിച്ച കുറെ സ്ത്രീകൾ, കുറെ മനുഷ്യരുടെ വിശ്വാസങ്ങളെയും ഇഷ്ടങ്ങളെയും അവരുടെ മനസ്സിനെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കുറെ തോന്നിയാസം കാണിച്ച് അങ്ങനെ നടക്കുന്ന കുറെ സ്ത്രീകൾ ഒരാളുടെ ചാനലാണത്. ലിബിയുടെ ചാനൽ. ലിബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എനിക്ക് വാടക വീടല്ല, എന്റെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എന്റെ അപ്പനും അമ്മയും പെൻഷൻ പറ്റുന്നവരാണ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട്. എന്റെ അപ്പനും പെൻഷൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, ഇന്ത്യൻ നേവിയിലായിരുന്നു. അതിനുശേഷം നാഷണലൈസ്ഡ് ബാങ്കിൽ 29 വർഷം സേവനം അനുഷ്ഠിച്ച് അതിന്റെ പെൻഷൻ പറ്റുന്ന ആളാണ് എന്റെ അപ്പൻ. എന്റെ പേരിൽ ഒരു വീടുണ്ട്. ഒരു ബാക്കി ഞാൻ കുറേശ്ശെ പറയാം. ഈ പറഞ്ഞതൊന്ന് പറഞ്ഞോട്ടെ. ആക്ച്വലി ലിബിയുടെ കാര്യം ലിബി തന്നെ പറയുന്നതായിരിക്കും വൃത്തി. എന്നാലും എൻ്റെ ഒരു അറിവില്, എൻ്റെ ചെറിയ അറിവിലുള്ള, ഞാൻ അറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. ലിബിയുടെ അപ്പൻ നേവി ഉദ്യോഗസ്ഥനല്ല. ലിബിയുടെ അപ്പൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അയാൾക്ക് 1500 രൂപയാണ് പെൻഷൻ ഇനത്തിൽ കിട്ടുന്നത്. ഒരു മത്സ്യത്തൊഴിലാളിയുടെ പെൻഷനാണത്. ലിബിയുടെ അമ്മ ഒരു കയർ തൊഴിലാളിയാണ്. കയർ പിരിക്കുന്നില്ലേ, കയർ തൊഴിലാളി. അവർക്ക് കിട്ടുന്നതും 1500 രൂപയുടെ പെൻഷനാണ്. ലിബിയുടെ അപ്പനും അമ്മയുടെയും പെൻഷൻ നിനക്ക് മനസ്സിലായില്ലേ?
അവള് പറഞ്ഞത് അവൾക്ക് പൗരബോധമുള്ള ഒരു പെണ്ണാണ് അവൾ എന്താണെന്നും അവളെ പൗരത്വം എന്താണെന്നും അവൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അങ്ങനെയുള്ള ഒരു പെണ്ണ് പറഞ്ഞ കാര്യത്തിന് നീ ഇങ്ങനെ വളച്ചൊടിക്കരുത്. അവളെ ഭർത്താവിന് ജോലിയുണ്ടെന്നോ അല്ലെങ്കിൽ ഭർത്താവിന് പിന്നെ ഗവൺമെന്റ് ഉദ്യോഗമാണെന്നോ അങ്ങനെയൊന്നുമല്ല അവള് പറഞ്ഞത്. ഞങ്ങൾ പട്ടിണി കിടക്കില്ല എന്നാ പറഞ്ഞേ. അത് ശരിക്കും വായിക്കാത്തതുകൊണ്ട് കുഴപ്പമാണ്. അത് വായിക്കാത്തത് കൊണ്ട് മാത്രമല്ല, ഈ കൈയിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കുഴപ്പമാണ്. അതിനൊരു വാലിഡിറ്റി ഉണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാകുമായിരുന്നു. മനസ്സിലാകാതെ സംസാരിക്കരുത്. മനസ്സിലായോ? വാടക വീടല്ലാത്തൊരു ഒരു വസ്തുണ്ട് എന്റെ കുടുംബസ്വത്ത്. ആ കുടുംബസ്വത്തിൽ എന്റെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ കുടുംബസ്വത്തിൽ പോയി കിടന്നാൽ പോരെ. എനിക്ക് നാട്ടിൽ നിൽക്കണം, എന്റെ ബിസിനസ്സുകളുള്ളടത്ത് നിൽക്കണം. സോ എനിക്ക് വാടകയ്ക്ക് താമസിക്കണം. നാട് നീളെ ഇങ്ങനെ വീട് വാങ്ങിച്ചിടാൻ വേണ്ടിട്ട് എനിക്ക് ദുബായിൽ സെക്സ് റാക്കറ്റും ബന്ധങ്ങളും ഒന്നും ഇല്ല. ഞാനിവിടെ ചെറിയ വരുമാനത്തിൽ ജീവിച്ചു പോകുന്ന ആളാണ്. പിന്നെ സർക്കാർ ഉദ്യോഗം, നിങ്ങളുടെ യോഗം കൊണ്ട് സർക്കാർ ഉദ്യോഗം കിട്ടി, ഞങ്ങൾക്ക് അതില്ല. അതുകൊണ്ട് ഞങ്ങൾക്കില്ല എന്ന് വെച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആളുകളാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇവിടെയാണ് നിനക്ക് വിവരമില്ല എന്ന് ഞാൻ പറയുന്നത്. വിവരക്കേടൊരു കുറ്റമാണ് മോളെ. അത് നീ തിരുത്തണം. സർക്കാർ ഉദ്യോഗം ആരുടെ യോഗം കൊണ്ടു കിട്ടുന്ന സാധനമല്ല. ഒരാൾക്കും യോഗത്തിന്റെ പുറത്ത് കിട്ടുന്ന സാധനമല്ല സർക്കാർ ഉദ്യോഗം. സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല എന്താണ്. എല്ലാവരും വിചാരിക്കുന്ന ലൈഫ് സെക്യൂർഡാണ്, ഞാൻ അതോടെ രക്ഷപ്പെട്ടു, സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സേവ് ആയി. അങ്ങനെയല്ല. നമ്മളുടെ മാസം അവർക്ക് കിട്ടുന്ന PF അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പെൻഷൻ തുക എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾക്കിപ്പോ 1000 രൂപയാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരുമാനമെങ്കിൽ ആ 1000 രൂപയിൽ നിന്ന് അവർ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് അവർ PF അങ്ങനെ പറഞ്ഞ് പിടിക്കും. ആ പിടിച്ചു വെച്ച തുക അത് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതിന്റെ ഇൻ റിട്ടേൺ ആണ് നിങ്ങൾക്ക് പെൻഷനായി നിങ്ങൾക്ക് മരണം വരെ കിട്ടുക. പിന്നെ നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അതിന് മേളിൽ നിങ്ങൾക്ക് ആ ഉദ്യോഗം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യം ഇതാണ്. ഇനി രണ്ടാമത്, സർക്കാർ ഉദ്യോഗം ഭരണ പങ്കാളിത്തമാണ്. ഭരണത്തിലേക്ക് നമ്മൾക്ക് കിട്ടുന്ന പങ്കാളിത്തം അത് രാഷ്ട്രീയക്കാർക്കുള്ളതുപോലെ തന്നെ സെയിം ഞങ്ങൾക്കുള്ള അധികാരം. അതായത് ഓരോ പൗരനും അധികാരമുണ്ട്. ഓരോ പൗരനും ഭരണഘടന അറിയുന്ന ഓരോ പൗരനും അധികാരമുണ്ട്. ആ അധികാരത്തിന് കിട്ടുന്ന പൊന്തൂവലാണ് ഈ സർക്കാർ ഉദ്യോഗം. ഭരണ പങ്കാളിത്തം. ഗുജറാത്തിൽ ഒരു ഇൻസിഡന്റ് നടന്നില്ലേ? പിന്നെ ഭയങ്കരമായ ഒരു ഇൻസിഡന്റ് നടന്നിരുന്നല്ലോ. എല്ലാവർക്കും അറിയാം. ഞാൻ ഇനി അത് ജാതി പറയണമെന്നൊന്നും പറയണ്ട. അന്ന് ആ മതത്തിൽപ്പെട്ടിരുന്ന ആ സ്പെസിഫൈഡ് മതത്തിൽ പെട്ടിരുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യത കുറവ് കൊണ്ടും അവർക്ക് ഭരണത്തിലേക്ക് ആരും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു പ്യൂണായിട്ടെങ്കിലും ഒരു മുസ്ലിം അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ സംഗതി എവിടെയെങ്കിലും ഒക്കെ അവൻ വിളിച്ചറിയിച്ചിട്ടുണ്ടാവുമായിരുന്നു. അങ്ങനെ ഒരു അറ്റാക്ക് ആ ഗുജറാത്തിൽ നടക്കില്ലായിരുന്നു. ന്യൂനപക്ഷത്തിന് ഭരണത്തിലേക്ക് അതായത് ന്യൂനപക്ഷത്തിന് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നതിന്റെ റീസൺ എന്തെന്നറിയാമോ? ന്യൂനപക്ഷം തള്ളിപ്പോകാൻ പാടില്ല. അധികാരം എല്ലാവരിലേക്കും ഈക്വൽ ആയിട്ട് വരണം. ST എല്ലാം ഈ ഒരു പ്രിഫറൻസ് കൊടുക്കുന്ന റീസൺ എന്തെന്നറിയാമോ? അവര് മുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അവര് ഭരണ പങ്കാളിത്തത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇത് ഞാൻ പറഞ്ഞെനിക്ക് ഫലിപ്പിക്കാനുള്ള വലിയ വാക്ചാതുർത്യോ ഇതൊന്നുമില്ല. ഇതിന്റെ കടമ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയണമെന്നേ ഉള്ളൂ. ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഭരണ പങ്കാളിത്തമാണ്. ഭരണത്തിൽ നമ്മളുടെ പങ്കാണ്. അത് പ്യൂണായാൽ അങ്ങനെ നിങ്ങളൊരു കാര്യം സാധിക്കാൻ ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ പ്യൂണിന് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഭരണ പങ്കാളിത്തമായ ഗവൺമെന്റ് ഉദ്യോഗം. യോഗമല്ല. യോഗമായിട്ട് ആർക്കും അത് കിട്ടത്തില്ല. അതിന് എഡ്യൂക്കേഷൻ വേണം. അത്യാവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കാണ് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടുക. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. അത് തന്നെയാണ് ഞാൻ നിന്റെ അടുത്ത് ഇന്നലെ മുതലേ പറയുന്നത്. നോട്ട് ദ പോയിന്റ്. ഇവരാണോ നവോത്ഥാനം പ്രസംഗിക്കുന്നത്? എനിക്ക് പൈസയുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരായ കെട്ടിയോനുണ്ട്, എനിക്ക് പെൻഷൻ പെൻഷൻ മേടിക്കുന്ന അപ്പനമാരുണ്ട്. നവോത്ഥാന വിപ്ലവം പറഞ്ഞവരാണ്. ഈ കമ്മ്യൂണിസത്തിന്റെ ആശയം എന്താണ്? കമ്മ്യൂണിസത്തിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം പറയുന്ന വൃത്തികേടുമാണോ ഇത്? കമ്മ്യൂണിസ്റ്റ് ഒരു ആശയം തന്നെയാണ്. കമ്മ്യൂണിസം എന്തെന്ന് അറിയാത്തവര് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരും. കമ്മ്യൂണിസം എന്താണെന്ന് അറിയാമോ? കമ്മ്യൂണിസം എന്താണെന്ന് അറിയാതെ നീ എന്തിനാ ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുന്നേ? അവള് പറഞ്ഞത് അവളുടെ അമ്മ
മത്സ്യത്തൊഴിലാളി അപ്പൻ മത്സ്യത്തൊഴിലാളിയാണെന്നും അമ്മ കയർ പിരിക്കുന്ന ആളാണെന്നുമാണ് പറഞ്ഞത്. അല്ലാതെ അവള് പറഞ്ഞത് എന്റെ അപ്പൻ നേവി ഉദ്യോഗസ്ഥനാണ്, എനിക്ക് 3-4 വീടുണ്ട്, ഞാൻ 4-5 വേലക്കാരെ വെച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പണക്കാരിയായിരുന്നു, എനിക്ക് ഭയങ്കര സംവിധാനങ്ങളുണ്ട് എന്നൊന്നും അല്ല അവള് പറഞ്ഞത്. ഞങ്ങളൊക്കെ പെൻഷൻ വാങ്ങിക്കുന്നവരാണ്, ഗവൺമെന്റ് പെൻഷൻ വാങ്ങിക്കുന്നവരാണ്, റേഷൻ കിറ്റ് കിട്ടുന്നുണ്ട്, റേഷൻ അരി വാങ്ങിച്ചു കഴിക്കുന്നവരാണ്, ഞങ്ങൾ പട്ടിണി കിടക്കത്തില്ല, നീ ഞങ്ങളെ വരട്ടണ്ടെന്നാ പറഞ്ഞേ. പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റിനാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം എന്തെന്ന് പറഞ്ഞാൽ അത് മാനിഫെസ്റ്റോ വായിച്ചു നോക്കണം നമ്മൾ, എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ആവാൻ വരിക. മനസ്സിലായില്ലേ? ചുമ്മാ കമ്മ്യൂണിസ്റ്റ് എന്ന് നീ വിളിച്ച് പറയുന്ന കണക്കല്ല ആ കുട്ടി ലിബി പറയുന്നത്. ഞാൻ ലിബിക്ക് വേണ്ടി സംസാരിക്കുകയല്ല, വീണ്ടും പറയുന്നു, ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചുരുചുരുപ്പ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. കമ്മ്യൂണിസം അതൊരു ഈസം തന്നെയാണ്. അത് ശരിക്കും പഠിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക. അതറിയാത്തവര് അതിനെപ്പറ്റി പറയാതിരിക്കുക. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ, അങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള ഇത്. ആ സാധനം എല്ലായിടത്തുമുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണത്. മാനിഫെസ്റ്റോ ഒക്കെ വായിച്ചൊക്കെ നോക്കിയിട്ട് മോൾ അതിനെതിരെ വെല്ലുവിളിക്കാൻ വരിക. ഞങ്ങളൊക്കെ അത് പഠിച്ചിട്ട് അത്രയും അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ആ പാർട്ടിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അല്ലാതെ നിന്നെപ്പോലെ നിന്റെ കള്ളം മറയ്ക്കാനും കള്ളക്കടത്തിനും കൂട്ടിക്കൊടുപ്പിനും അങ്ങനെയുള്ള സംഗതികളെ മറച്ചു വെക്കാനല്ല ആ പാർട്ടിയെ ഞങ്ങൾ കൂടെ നിർത്തിയിരിക്കുന്നത്. അതൊരു വികാരമാണ്, അതിങ്ങനെ ബ്ലഡിലായി പോയിട്ടുണ്ട്, മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? നവോത്ഥാനം അവൾ അഥവാ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, നിന്നെപ്പോലുള്ള എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവൾ സംസാരിച്ചത്. നീ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ശബരിമലയിൽ എന്തോന്നോ കയറി എടുത്തു പിടിച്ചു എന്നൊക്കെ. അതൊന്ന് ക്ലാരിറ്റിയോടെ ഞാൻ പറഞ്ഞു തരാം. പലർക്കും മനസ്സിലായിട്ടില്ല. സത്യത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കളിയായിട്ടാണ് എല്ലാവരും കണ്ടെത്തിയിട്ടുള്ളത്, എല്ലാവരും പറയുന്നത്, എല്ലാവരും മനസ്സിലാക്കുന്നതൊക്കെ അങ്ങനെയാണ്. അത് സത്യത്തിൽ അങ്ങനെയല്ല. അതിന്റെ കഥ മൗലികാവകാശമാണ്. അതെന്താണെന്ന് നിങ്ങൾ പോയി വായിച്ചു നോക്കി. അവനവന്റെ അവകാശമാണ്. ഒരു സ്ത്രീക്ക് അവകാശമില്ല എന്നവൻ ആ അവകാശം നേടിയെടുക്കാനാണ് അവിടെ പോയത്. ശബരിമല കയറുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. സ്പെഷ്യലി ശബരിമല അയ്യപ്പൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഞാൻ മിക്കവാറും ലിബിയായിട്ട് തകരാറാവാണ് പതിവ്. പക്ഷെ ലിബി ഒരിക്കലും ദൈവത്തിനെതിരെയല്ല പറഞ്ഞത്. ലിബി അവിടെ പെണ്ണുങ്ങളെ കയറ്റില്ലെന്ന് പറഞ്ഞാൽ അവിടെ പെണ്ണുങ്ങളെ പോയി കയറും. ആണിനും പെണ്ണിനും തുല്യ നീതിയാണ്. ആണിനും പെണ്ണിനും തുല്യ നീതിയാണ്. ആണിനൊന്ന് പെണ്ണിനൊന്നൊരു സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. മനസ്സിലായോ? അപ്പൊ അതിനെതിരെ കുറെ മന്ദബുദ്ധികൾ ഉടനെ കൊണ്ടുപോയൊരു കേസ് കൊടുത്തു. എന്തോ കൊടുത്തേ? പള്ളിയിൽ പെണ്ണുങ്ങളെ കയറ്റില്ലെന്ന്. ആരാ പറഞ്ഞേ? പള്ളിയിൽ പെണ്ണുങ്ങളെ കയറ്റുവേ? മുസ്ലിങ്ങളെയാ ടാർഗറ്റ് ചെയ്ത്. മുസ്ലിങ്ങളല്ല അത് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലിബിയെ പോലുള്ളവർ അതിനകത്ത് ഇറങ്ങിയത്. മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട. മുസ്ലിങ്ങളല്ല അത് പറയുന്നത്, സ്ത്രീകളാണ്. സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അതിനകത്ത് ഇറങ്ങിയത്. ഞങ്ങളുടെ മൗലികാവകാശമാണത്. ആ അവകാശം നേടിയെടുക്കാൻ അയ്യപ്പനെങ്കിൽ അയ്യപ്പൻ അതിനു വേണ്ടി പ്രവർത്തിച്ചതാണത്. അതിന് ഈ പോക്രത്തരം നീ പറഞ്ഞുകൊണ്ട് വരണ്ട. ഞങ്ങൾ അയ്യപ്പനെതിരല്ല, ഞാൻ സ്പെഷ്യലി അല്ല, എനിക്കതിൽ താല്പര്യമില്ല. ലിബിയുടെ കാര്യം ലിബി തന്നെ പറയുന്നതായിരിക്കും ശരി. അവർക്ക് കൊള്ളാം, ഇതൊന്നും നമ്മൾ മാറാൻ പോകുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞ് എല്ലാ ലെവലിലേക്കും അങ്ങ് കയറി ചെല്ലുകയാണ്. ഈ പറയപ്പെടുന്ന ദുബായിലുള്ള ചാരിറ്റി ചെയ്യുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ അറിയില്ല. അവരോട് ഈ വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അവരുടെ പേര് ഞാൻ വൈറലാകാൻ നടക്കുന്നത്. ഇന്നലെയും മെനിങ്ങാന്നും ഇങ്ങനെയല്ലല്ലോ നീ പറഞ്ഞത്. മൽഹാറിനെയും കൂട്ടി അവളെയും ടാഗ് ചെയ്തല്ലേ നീ പോസ്റ്റ് ഇട്ടേ? നിനക്ക് അവളെ അറിയില്ലെങ്കിൽ നീ എന്തിനാടി ടാഗ് ചെയ്യുന്നേ? നീ ആരെ ടാഗ് ചെയ്തിടുന്നോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവരെ പോയി പിടിക്കുന്നു. എല്ലാവർക്കെതിരെയുമുള്ള സാധനങ്ങളും കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. നീ ആരെയൊക്കെ ഞോണ്ടൂന്ന് ആരെയൊക്കെ പിടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നേരെ ഒരു മുഴ മുമ്പേ എറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നിനക്കിത് മനസ്സിലാവുന്നില്ലേ കൊച്ചേ? 1.5 വർഷത്തിന്റെ എഫേർട്ടാണിത്. 1.5 വർഷം എടുത്തു ഞാൻ നിന്നെ ഒന്ന് പൂട്ടാൻ. ഫിജോ ജോസഫിന്റെ വീഡിയോകൾ എടുത്ത് നോക്ക്. ഫിജോ ജോസഫിന്റെ വീഡിയോകൾ എടുത്ത് നോക്കണം. ഈ പറയുന്ന ചാരിറ്റിക്കാരി ഇടുന്ന വീഡിയോ 1 മില്യൺ 2 മില്യൺ വ്യൂവേഴ്സ് ഉള്ള വീഡിയോസ് എന്റെ ന്യൂസ് പേജിലുണ്ട്. എനിക്കുണ്ടായിരുന്ന ഫോളോവേഴ്സ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു. ജീവിതം ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണോ ജീവിതം? നമുക്ക് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ, പബ്ലിക്കിനോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു മീഡിയയാണിത്. ഞാൻ അവിടെ വരും. എന്നെ ആ സോഷ്യൽ
പബ്ലിക്കിനോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു മീഡിയ ആണ് എന്ന് നീ തന്നെ സമ്മതിക്കുന്നല്ലോ. അപ്പൊ നീ എന്തിനാണ് ഈ പേഴ്സണൽ കാര്യങ്ങൾ അതിനകത്ത് എടുത്തിട്ട് അലക്കുന്നത്? നീ എന്തിനാണ് ആരോടെങ്കിലും പക തീർക്കാൻ വേണ്ടി മീഡിയ ഉപയോഗിക്കുന്നത്? പബ്ലിക്കിനോട് നീ എന്തോന്ന് ഇന്ററാക്ഷനാ? നീ പബ്ലിക്കിന് എന്താണ് നീ കൊടുക്കുന്ന മെസ്സേജ്? എന്താണ് നീ കൊടുക്കുന്ന മെസ്സേജ്? എന്താണെന്ന് പറ. നീ കൊടുക്കുന്ന മെസ്സേജ് നാട്ടുകാരെ തെറി വിളിക്കുക, തിരിച്ചടിക്കും, മൂന്നര തരം അപ്പനാരാ, അമ്മയാരാ, മോന്റെ കൂടെ ഉറങ്ങിയോ, എന്താടി, എന്താണ്? മീഡിയയിൽ അപമാനിക്കുമ്പോൾ ഞാൻ അവിടെ അല്ലാതെ മറ്റെവിടെയാണ് പോയി പറയേണ്ടത്? നിയമപരമായി നീങ്ങിയ ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എന്റെ സൗഹൃദങ്ങളോട്. അതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടല്ല, ഇതൊരു ആശയവിനിമയം മാത്രമാണ്. എനിക്ക് എന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ എവിടെയും പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് എനിക്ക് എന്താണ് കിട്ടുന്നത്? എന്റേതായ ഒരു മിനിറ്റ് അവളെന്തോ സ്നാക്സ് വാങ്ങിക്കാൻ പോയതാ. ഇച്ചിരി വെയിറ്റ്. ഈ പറയപ്പെടുന്ന പോലെ എനിക്ക് എന്നെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് എല്ലാവരും നല്ലത്, കൂടെ നിന്ന് ഫിജോ നല്ലതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ലതെന്ന് പറയുന്ന വാക്കുകളുടെ എണ്ണം തൂക്കി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അരി മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലെങ്കിൽ എനിക്ക് കുറെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ആ അംഗീകാരം എല്ലാം കൂടെ കൂട്ടി വെച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ മുന്നോട്ട്? നമ്മൾ കഷ്ടപ്പെടണം. നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുമുണ്ട്, നമ്മുടേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇവര് പൈസയുടെ കാര്യം പറഞ്ഞത് നമ്മളൊന്നും പേടിപ്പിക്കാൻ നിൽക്കരുത്. ഇതാണ് കമ്മ്യൂണിസം. നീ കേട്ടോളൂ, കമ്മ്യൂണിസം. ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ജീവിച്ചതുപോലെ ഒന്നും ഇവർക്ക് ഇനി 16 ജന്മം ജനിച്ചാലും ജീവിക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിസം പറയാ കേട്ടോ, വേണം. തൊഴിലാളി വർഗമേ ഉണരുവിൻ, കേട്ടോളി. അത്രയും സുഖ സൗകര്യങ്ങൾ, അത് അഹങ്കാരമായിട്ടാ പറയുന്നത്. കാരണം അത്രയും സുഖ സൗകര്യമായിട്ട് അടുക്കളയിലൊരു 4 ജോലിക്കാരി, അടുക്കള 4 ജോലിക്കാരെന്ന ലെവലിൽ നമ്മൾ ജീവിച്ച കാലഘട്ടങ്ങളുണ്ട്. അവിടുന്ന് താഴെ ഇറങ്ങി വന്ന് നമ്മൾ മാസം തോറും 50,000 രൂപയോളം പലിശ കൊടുക്കത്തക്ക രീതിയിലേക്ക് നമ്മൾ താഴേക്ക് വന്നു. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇതിനൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും അതിനെയൊക്കെ പറയാനും അനാവശ്യം പറയാനും ഇവർക്കൊക്കെ എന്ത് അർഹത? നീ 50,000 രൂപ പലിശ കൊടുക്കുന്ന എന്താണെന്ന് അറിയാമോ? ഈ 4 പേരെയൊക്കെ വെച്ച് ജോലി ചെയ്താല് 50,000 രൂപ പലിശയൊക്കെ കൊടുക്കേണ്ടി വരും. നീ എന്ത് ചെയ്യണമായിരുന്നു? വീട്ടിലെ ജോലി നീ തന്നെ ചെയ്യണമായിരുന്നു, നാട്ടുകാരെ നെഞ്ചത്തോട്ട് കയറാതെ. അങ്ങനെയെങ്കിൽ ഈ 50,000ന്റെ കടം നിനക്ക് വരത്തില്ലായിരുന്നു. എനിക്കൊക്കെ കൊറോണ വന്നപ്പോൾ ഉള്ള കടവാ. കാരണം ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ലോൺ എടുക്കുക ചെയ്തേ. അങ്ങനെ കടമുണ്ട്. അല്ലാതെ എനിക്ക് കടം വരത്തില്ല. കാരണം എൻ്റെ വീട്ടിലെ ജോലി ഞാൻ തന്നെ ചെയ്യാറ്. എനിക്ക് വേലക്കാരെയൊന്നും ഇഷ്ടമില്ലെന്നല്ല, പൈസ ഇല്ല കൊടുക്കാൻ. ഞാൻ അതും കൂടെ മുറുക്കി പിടിക്കും. കാരണം മക്കൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യും, ഒരു ഫീസ് അടപ്പോ അല്ലെങ്കിൽ അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ അത് വെച്ച് നടക്കും. ഞാൻ പാർലറിലും അവിടെ ഇവിടെയും അല്ലെങ്കിൽ എന്താ പറയണേ സൂപ്പർ മാർക്കറ്റിലൊന്നും പോയി ഷോപ്പ് ചെയ്യുന്നോളുമല്ല. ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നതാണ്. സാധാരണ ഈ അമ്മമാരൊക്കെ വെച്ചിട്ട് 20 രൂപ 10 രൂപയ്ക്കൊക്കെ വയ്ക്കുന്നില്ല, അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നോളാം. അങ്ങനെയൊക്കെ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പൈസയെ നമുക്ക് നിലയ്ക്കുള്ളൂ. അതുകൊണ്ടാണ് കുടുംബ സ്വത്തുക്കളൊന്നും ഞാൻ വിൽക്കാതെ നിന്നത്. എനിക്കതൊന്നും വിൽക്കാൻ ഇഷ്ടമില്ലാത്തതും കാര്യം അതാണ്. കാരണം നമ്മൾ സമ്പാദിച്ചതല്ല അത്. എൻ്റെ ഉപ്പുപ്പ സമ്പാദിച്ച് എൻ്റെ ഉമ്മച്ചിക്ക് കൊടുത്തു, ഉമ്മച്ചി എനിക്ക് തന്നു. അപ്പം ഞാനത് എൻ്റെ മക്കൾക്ക് കൊടുക്കണം, അവരുടെ മക്കൾക്ക് കൊടുക്കണം. അതാണ് പാരമ്പര്യം. അതിങ്ങനെ പരമ്പരയായിട്ട് പോകണമെന്നുള്ള ആഗ്രഹമുള്ളതാണ് എനിക്ക്. അതുപോലെ അവരുടെ അപ്പൻ കൊടുക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ സമ്പാദിച്ച് നമ്മുടെ മക്കൾക്ക് ചേർത്ത് വയ്ക്കാൻ കൊടുക്കും. അല്ലാണ്ട് 4 വേലക്കാരിയെ വെച്ച് 4-5 ഇന്നോവയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നാട്ടുകാരെ കാര്യത്തിന് ഓടിയാൽ 50,000 മാത്രമല്ല 50 ലക്ഷം രൂപ വേണമെങ്കിലും പലിശയ്ക്ക് പൈസ കൊടുക്കേണ്ടി വരും മോളെ. അത് നിന്റെ മാത്രം തെറ്റാണ്. അത് നീ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയെങ്കിലും കുറച്ച് കുറയ്ക്കുക. എന്ത് അർഹതയാണുള്ളത്? എന്നെ നിങ്ങൾ വിധിക്കണമെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങൾ എവിടെയാണ് പെർഫെക്റ്റ്? ഞാൻ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നീയല്ല നിശ്ചയിക്കുക. ഞാൻ 2 കുട്ടികളെ സിംഗിൾ പേരൻ്റായി നിന്ന് ആ കുട്ടികളെ എത്തേണ്ടടുത്ത് ഞാൻ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അമ്മയാണ് ഞാൻ, നല്ല ഒരു അമ്മയാണ്. ഹസ്ബൻഡിന് വേണമെങ്കിൽ നമ്പർ വിളിച്ച് ചോദിച്ചു നോക്കും. നല്ല ഭാര്യയാണെന്ന് അദ്ദേഹം സർട്ടിഫിക്കറ്റ് തരും. ഇതൊക്കെ ആയിട്ട് ചിലപ്പോൾ കൂടുതലും പറഞ്ഞൊന്നു വരും. പിന്നെ എൻ്റെ ഉമ്മയോട് വിളിച്ച് ചോദിച്ചു നോക്കും. നല്ലൊരു മകളാണ് ഞാൻ. എൻ്റെ വീട്ടിലുള്ള മിക്കവാറും എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്റർ ഒക്കെ ദുബായിലേക്ക് വന്നതും ഇവിടെ ജോലിയിൽ ഇരിക്കുന്നതും ഒക്കെ എൻ്റെ കൈ ചെന്നിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നല്ലൊരു സഹോദരനും, എൻ്റെ സഹോദരന് നല്ലൊരു സഹോദരിയാണ്. എൻ്റെ സിസ്റ്റർക്കും അങ്ങനെയാണ്. ഞാൻ നല്ല കൂട്ടുകാരിയാണോ എന്നറിയാൻ എൻ്റെ കൂട്ടുകാരികളോട് ചോദിച്ചാൽ മതി. ഞാൻ നല്ല കൂട്ടുകാരിയാണ്.
എന്നെ കൊണ്ടാകും വിധത്തിൽ അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയൊരു അലിഗേഷനും പ്രോബ്ലവും ഉണ്ടായിട്ട് പോലും ഞാൻ എൻ്റെ സൗഹൃദത്തിന് ഞാൻ കൂട്ടുപിടിച്ചില്ല. എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ സൗഹൃദത്തിനെ ഞാൻ മിസ്യൂസ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. ശരിയല്ലേ? അല്ലേ? നിങ്ങളെ അറിയുന്ന 10 പേര് വന്നു കഴിഞ്ഞാൽ 5 പേര് നിങ്ങൾക്കെതിരും 5 പേര് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ആൻസർ പറയണം. ഞാനൊരു സോഷ്യൽ വർക്കറോ എനിക്കൊരു സാമൂഹ്യ പ്രവർത്തനമോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ വന്നോ പഞ്ചായത്തിലോ പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആവാനോ ഒന്നും ഞാൻ മത്സരിക്കാനോ രാഷ്ട്രീയത്തിലേക്കോ ഒന്നും ഞാനില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്ക് ആരുടെ സപ്പോർട്ടിന്റെ ലൈക്കിന്റെ ആവശ്യമില്ല. ആരുടെ സപ്പോർട്ടിന്റെ ലൈക്കിന്റെ കാര്യങ്ങളോ ആവശ്യങ്ങളോ എനിക്ക് ഇപ്പൊ പ്രസന്റ് കണ്ടീഷനിൽ ഇല്ല. പിന്നെ ഞാൻ എന്താ പറയാ, ഒരാളുടെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കുന്നോളും അല്ല. ഞാൻ ജോലി ചെയ്യും, എൻ്റെ മക്കൾക്ക് കൊടുക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കും, ഞാനും അത്യാവശ്യം ആഹാരം കഴിക്കും. എനിക്കിച്ച് വായി നോക്കണമെന്ന് വെച്ചാൽ ഞാൻ വായി നോക്കാനൊക്കെ പോവും. അതൊക്കെയാണ് ലൈഫ് എന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അതല്ലാതെ എനിക്കിപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ലൈക്ക് വാങ്ങി പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നീ പറഞ്ഞ കണക്ക് അത് വെച്ച് റേഷനൊന്നും കിട്ടത്തില്ല. നമ്മൾ നല്ലപോലെ അധ്വാനിക്കണം. അധ്വാനിക്കുന്നവർക്കാണ് അധ്വാനത്തിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് നിന്നോട് ഞാനത് പറയാൻ തയ്യാറല്ല. ഇനി വരുമ്പോൾ നീ ദയവ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് ലൈവ് വരിക. കാരണം ബാക്കിയുള്ള ടൈം വേസ്റ്റ് ആവുന്നേ, ഡാറ്റയും തീരും. അപ്പോൾ മോളൊരു 10-20 മിനിറ്റ് ലൈവ് വരികയാണെങ്കിൽ അത്രയും സാധനം കൊണ്ട് ഞാൻ അത്രയും നേരം ലൈവ് ചെയ്ത് ഇതങ്ങ് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, നമുക്കൊരു ഡീൽ 10-15 മിനിറ്റ് മാക്സിമം. നാളെ പോലെ എനിക്ക് വീണ്ടും പണി തുടക്കുമ്പോൾ നീ വീണ്ടും എന്നെ പണിയല്ലേ, ദയവ് ഇത് നീ സമയമല്ലേ ഉച്ചേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അഥവാ ഇനിയിപ്പോൾ നാളെ പോലെ ഇവിടെ പണിതാലും ഞാൻ 1-2 ഇടയ്ക്കേ വരുള്ളൂ കേട്ടോ. നാളെ ഡെയിലി വരുന്ന പരിപാടി ഞാൻ നിർത്തി. ഏത് വ്യക്തി വന്നാലും 10 പേര് നിങ്ങളുടെ ചുറ്റും നിർത്തി 10 പേരിൽ 5 പേര് മാറും എന്ന് പറയാം, അവള് ശരിയല്ല എന്ന് പറയും, 5 പേര് പറയും നല്ലതാന്ന് പറയും. ഇത് ഈ ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാ. അല്ലാതെ നിങ്ങള് നല്ലതാണ് എന്നെ എല്ലാരും ഇങ്ങനെ പ്രൈസ് ചെയ്യണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് അർഹതപ്പെട്ടതാണ് നമുക്ക് കിട്ടുക. എന്നെ സ്നേഹിക്കുന്നവർ, എത്രയോ വർഷമായിട്ട് എന്നോട് കൂടെ നിൽക്കുന്നവരുണ്ട്, എന്നെ അറിയുന്നവരുണ്ട്. ഞാൻ ഒരു ഏറ്റവും വലിയൊരു തകർച്ചയിൽ വീണു പോയ സമയത്ത് അതെല്ലാം മിക്കവാറും ഞാൻ പറയാറുണ്ട്. ഇവര് പറയുന്നു ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് 1,43,000 രൂപ മേടിച്ചെന്ന്. പച്ചക്കളവാണത്. ഞാനൊരു കാര്യം പറയാം മോളെ, നിനക്കിത് തെറ്റിപ്പോകുന്നതാണോ അതോ നീ ഇത് ഓർമ്മയില്ലാതെ ഇങ്ങനെ കളവായതുകൊണ്ടാണ് നിനക്ക് ഈ മിസ്റ്റേക്ക് വരുന്നത്, മനസ്സിലായോ? അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്നു 1,30,000. 1,30,000. ഓക്കെ, മോള് എമൗണ്ട് മറന്നു പോരുത്. ഇന്നലെ പറയുന്നുണ്ടായിരുന്നു 25,000 രൂപ ഞാൻ വാങ്ങി, പൈസയില്ല ഞാൻ തിരിച്ചു കൊടുത്തു. പിന്നെ പറയുന്നുണ്ട് 43,000. ഞാൻ 43,000 രൂപ തിരിച്ചു കൊടുത്തു. 49,000 നീ തിരിച്ചു തന്നെ. വിവരമില്ലേ എനക്ക്? 49,000 നീ തിരിച്ചു തന്നിട്ടുണ്ട്. 1,30,000 രൂപ നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട്. കണക്ക് മനസ്സിലായില്ല? ഇനി ഇൻബാലൻസ് ചെയ്ത് സംസാരിക്കരുത് കേട്ടോ. പച്ചക്കളവാ. 1,43,000 43,000 രൂപ 2 തവണ. അത് അങ്ങനെ തന്നെ. സുഹൃത്തുക്കളായിരിക്കുമ്പോ നമ്മള് പറഞ്ഞു കേട്ടില്ലേ? 43,000 രൂപ 2 തവണയെന്ന്. അപ്പൊ എത്ര 86 ആയില്ലയോ? 43,000 രൂപ 2 തവണയെന്ന് അവള് തന്നെ പറഞ്ഞു. ഇത് തന്നെ ഞാൻ പറഞ്ഞേ, അവള് തന്നെ പറഞ്ഞോളൂന്ന്. അവള് തന്നെ വരും, അവള് തന്നെ പറഞ്ഞോളൂ. ഇത്രയും കള്ളം പറയുന്നതിനാ. സുഹൃത്തുക്കളായിരിക്കുമ്പോ നമ്മള് കടം മേടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കും. ആ മേടിച്ചതിൽ നിന്ന് ആ പണം ആ സമയത്ത് പറഞ്ഞ സമയത്ത് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, എന്റെ 2 ചേച്ചിമാരുണ്ട്. എന്നെ ഫേസ്ബുക്കിലൂടെ മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഒരു വീഡിയോ ഇപ്പോ ഈ ക്ലാരിഫിക്കേഷനും ഈ എന്നെ ഇങ്ങനെ കച്ചവടക്കാരിയാക്കി ഒതുക്കാൻ നോക്കണ എന്തിനാണെന്നറിയാമോ? ഇതുപോലെ ചേച്ചിമാരും ചേട്ടന്മാരെ കയ്യിൽ നിന്നും ഞാൻ നന്മമരമാണെന്നും ഞാൻ കോന്താണെന്നും കോപ്പാണെന്നും ഒക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വാങ്ങിയിട്ടുണ്ട്. തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടി വരുവേ. അതുകൊണ്ടാ, അതിനാണ് എന്നെ ഇങ്ങനെ പ്രതികൂട്ടി നിർത്തുന്നത്. മോളെ, ഞാൻ നിന്നെ ചീത്തയാക്കാനോ നാണം കെടുത്താനോ ഒന്നുമല്ല, ഞാൻ നിന്നെ നന്നാക്കാൻ വന്നതാ. ആ കൂടെ എന്റെ കാശും കിട്ടണം. ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ മോളെ. ഞാൻ ഇപ്പോഴും അതിന് പലിശ കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ കൊറോണ ടൈമില് ഞാൻ എൻ്റെ പെരേടം പറമ്പ് പണയം വെച്ചെടുത്ത പൈസയാ. അതിനിപ്പോഴും ഞാൻ പലിശ കൊടുക്കുന്നുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പലിശ അടയ്ക്കുന്നുണ്ട്. അത് നീയും നിന്റെ മക്കളും തിന്നുകൊണ്ടിരുന്നാ പറ്റുമോ?
വർഷമായിട്ടില്ല, 5-6 വർഷമായിട്ട് എന്നെ അറിയുന്നവരാണ് ബിൻ ചേച്ചിയും ഷീബ ചേച്ചിയും. ഞാൻ തകർന്ന് തരിപ്പണമായി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് താഴെ പോയ സമയത്ത് അവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എനിക്ക് 10 ലക്ഷം രൂപ തന്നത്. ആ 2 പേര് 1-2 രൂപയല്ല, 10 ലക്ഷം രൂപ 1.5 വർഷമായി. അത് കടമാണ്. ആ പണം എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. കുറേശ്ശെ കൊടുക്കാനും പറ്റുന്നില്ല. കാരണം അവർ ആ പണം തന്ന കാലയളവ് മുതൽ എനിക്ക് ഇവിടെ ലോക്ക്ഡൌൺ ആയി. ടെക്സ്റ്റൈലിന്റെ ആവശ്യത്തിലേക്കാണ് എനിക്ക് തന്നത്. ആ ലോക്ക്ഡൌൺ ആയി. അപ്പൊ എനിക്കത് നമ്മുടെ ബിസിനസ് വന്നാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തിനാണ് ഈ സ്ത്രീയോട് എന്നിട്ട് ഈ രീതിയിൽ മേടിക്കുന്നത്? ഇവരെ എനിക്ക് 10 ലക്ഷം രൂപ ഈ 2 ചേച്ചിമാർ എന്നെ അവർ കണ്ടിട്ട് പോലുമില്ല. എന്നെ എന്നുള്ള രീതിയിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്നെ അറിയുന്നത് കൊണ്ടാണ് അവരെനിക്ക് തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ആളുടെ പേര് പറയുന്നില്ല, കണ്ണൂരുള്ള ഒരു എന്റെ ഫേസ്ബുക്ക് സുഹൃത്താണ്, ഏകദേശം 6 വർഷമായിട്ടുള്ള സുഹൃത്താണ്. എന്നെ അറിയുന്ന അങ്ങനെ എന്നെ സഹായിക്കുന്ന മനുഷ്യരുള്ളപ്പം എനിക്ക് എന്തിനാണ് ഇവളുടെ നക്കാപ്പിച്ച? എന്നെ സഹായിക്കാൻ ഞാൻ ചെന്ന കാര്യം പറഞ്ഞ് എന്നെ മനസ്സിലാക്കുന്നവരുണ്ടല്ലോ. പിന്നെ ഇതിനെ നീ വാങ്ങിച്ചേ? നിനക്കെന്റെ നക്കാപ്പിച്ച വേണ്ടെങ്കിൽ നീ തിരിച്ചു തന്നേരെ. 1.5 വർഷമായില്ലേ, പലിശയൊന്നും വേണ്ട, നീ തിരിച്ചു താടി. നിനക്ക് ആരാണ്ടൊക്കെ പരിചയമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരോടത്തൊക്കെ കാര്യം പറഞ്ഞിട്ടെ നീ എന്റെ പൈസ ഇങ്ങ് തിരിച്ചു താടി പെണ്ണെ. ഞാൻ പിന്നെ മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരുന്നോളാം. ഞാൻ എന്റെ സെക്സ് റാക്കറ്റും കൊണ്ട് ഇവിടെ ഇരുന്നോളാം. നീ എന്റെ പുറകെ ഇങ്ങനെ ഓടി വരണ്ട. ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്നോളാം. ഇവളെന്തിനാണ് നടക്കുന്നത്? ഇതിലൊക്കെ ഭേദം ഈ ആളുകൾക്ക് ആരെ കുറിച്ചും എന്തും പറയാം. പിന്നെ കുറെ യൂട്യൂബുകാരുണ്ട്. ഫിജോ ജോസഫ് വെല്ലുവിളിച്ചു. എന്റെ പോസ്റ്റിലെവിടെ വെല്ലുവിളി? എനിക്കെതിരെ പറയുന്ന ആരോപണങ്ങൾ പ്രൂവ് ചെയ്യണം, അല്ലെ അതിന് നിൽക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ബോധമായില്ലേ? ഇവള് പറയണത് വെല്ലുവിളിയാണെന്ന് ഇവക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് ഇവളുടെ സംസാര ശൈലിയാണ്, തെറ്റിദ്ധരിക്കരുത്. അവൾ കുട്ടിയാണ്. പ്ലീസ് നിങ്ങൾ ഇങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ഫിജോ വെല്ലുവിളിക്കാറില്ല. ഫിജു തെറി മാത്രമേ വിളിക്കാറുള്ളൂ. ഇവളുടെ കൂട്ടുകക്ഷി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൂട്ടുകക്ഷി അവളുടെ ടൈം ലൈനിൽ കൂട്ടുകക്ഷി ആരാന്നും കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇവളുടെ കയ്യിൽ തല കൊണ്ട് വെച്ചു കൊടുക്കൂ. എടാ മണ്ട, നീ ഞാനായിട്ട് വെളി വരൂല, പക്ഷെ ഇവള് നിന്നെ വെളിയിൽ കൊണ്ടു. ഞാൻ ഇന്നലെ എന്താ പറഞ്ഞേ? ഈ നിശാഗന്ധിനെയും ഇവനെയും ഒക്കെ ഇവള് വെളിയിൽ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരൂല. കാരണം ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയോ ഒരാളെ പേഴ്സണലി ഹറാസ് ചെയ്യുന്നതോ എന്റെ പരിപാടിയല്ല, എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് താല്പര്യമില്ലാത്ത കേസ് കേട്ടാണത്. ഇത് അവളെ എന്നെ കൊണ്ടുവന്നോളൂ. അവളെ എന്നെ അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആളാരാണെന്ന്. നന്മമരം അവിടെ വന്ന് ഒട്ടി നിപ്പുണ്ട്. അവളുടെ ടൈം ലൈനിൽ അവള് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ലോക്ക്ഡൌണിന്റെ സമയമാണ് ഞങ്ങള് സാധനങ്ങൾ മേടിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ എന്റെ അടുത്ത് 2-3 പേരിൽ കമന്റിൽ ചോദിച്ചുകൊണ്ടാണ് എന്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ശരി, എന്നാലും നമുക്ക് അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്, അമ്മയുടെ ബന്ധുക്കളുണ്ട്, എന്റെ ഹസ്ബൻഡ് ആൾക്കാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഹസ്ബൻഡ് സുഹൃത്തുക്കൾ, എന്റെ ഹസ്ബൻഡ് സുഹൃത്തുക്കൾ ഇവിടെയുള്ളവര്. നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവരാണ് ആദ്യം വന്നത്. അവരാണ് സഹായിച്ചത്. അവരിപ്പോഴും സഹായിക്കുന്നു. നമ്മളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പലരുടെയും സഹായം ആവശ്യമുണ്ട്. അവരൊക്കെയാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് 5-10 ലക്ഷം രൂപ തരാനുള്ള സാമൂഹിക ബന്ധങ്ങൾ ഞങ്ങളെ തിരിച്ചറിയുന്നവരിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുന്നത്? നിങ്ങളൊന്ന് കേൾക്കണം, ഞാൻ ഫേസ്ബുക്കിൽ ലൈവായിട്ട് വന്നിട്ടാണ് എന്നെ സഹായിച്ച ഒരു കാര്യം കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോയില്ല. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ഇവള് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ഇപ്പൊ ഈ കാര്യം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അത് ഞാൻ വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. നടന്നത് എന്താണെന്ന് ഞാൻ ഗസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവളുടെ ഈ ചാട്ടവും ബഹളവും ഒക്കെ കണ്ട് ഞാൻ ലൈവ് വരുന്നതും കണ്ട് മറ്റേ ടീമുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇവള് ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയവർ അവരവരെ പൈസ തിരിച്ചു ചോദിച്ചു കാണും. മനസ്സിലായോ? അപ്പൊ ഇവള് ക്ലാരിറ്റി കൊടുത്തതാ. ഞാൻ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ഞാൻ കൊടുക്കാനുള്ള കാര്യം ഘോരഘോരം പ്രസംഗിക്കും. നിങ്ങൾക്കത് റെക്കോർഡായിട്ട് എടുത്തു വെക്കാം. പക്ഷെ പൊന്നു സുഹൃത്തുക്കളെ, കൊടുത്തവരോടാണ് പോയി കിട്ടൂല, ഉറപ്പായിട്ട് കിട്ടത്തില്ല. അത് ഞാൻ എഴുതി തരാം. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് അതിനകത്ത്. ഇവളെ കാലെ പിടിച്ച് ഇവളെ തൊഴുത് ഇവളെ കുമ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു 49 വാങ്ങിച്ചെടുത്തതുപോലെ അത്ര വാങ്ങിച്ചെടുക്കാം. തൊഴുത് നിന്നോ കേട്ടാ. എതിർക്കല്ലേ. എതിർത്താ നിങ്ങളെ അപ്പനെ അപ്പൂപ്പനെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭർത്താവിനെ എന്ന് വേണ്ട ലോകത്തുള്ളവരെ മുഴുക്കെ ഇവളെ തെറി വിളിക്കും. നിങ്ങൾ പയ്യെ സമാധാനമായിട്ട് ഇവളെ കാലെ പിടിച്ച് എങ്ങനെയും സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് മൊത്തം കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ എന്ത് ചെയ്യണം? 1 ഏക്കർ പറമ്പുണ്ട്, അത് വിൽക്കാം, അപ്പൊ ഞാൻ കുറെ കൂടെ തരാം എന്നൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ അടിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ കുറെ പൈസ ഉണ്ട്, അതും കൂടെ ഞാൻ ഇറക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പാർട്ട്ണറാക്കാം എന്നൊക്കെ പറഞ്ഞ് അവളെ കുറെ അങ്ങ് തൂക്കി വിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ ഒരു പകുതി എമൗണ്ട് ഫുള്ള് കിട്ടില്ല.
ഫുള്ള് കിട്ടില്ല, ഉറപ്പായും കിട്ടില്ല. അത് ഗ്യാരണ്ടിയാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയാൽ ആ ക്യാഷ് തിരിച്ചു കൊടുത്താലേ ആ കടബാധ്യത തീരുള്ളൂ, ആ കടബാധ്യത തീരുകയുള്ളൂ. മനസ്സിലായോ? ഇനി എവളുടെ കാര്യം നമുക്ക് അവിടെ നിർത്താം. ഞാൻ ലിബിയുടെ കാര്യം ഒന്നും കൂടെ പറഞ്ഞോട്ടെ. ലിബിയുടെ കേസില് ഇവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഞാനിവിടെ എഴുതി വെച്ചു കേട്ടോ, കാരണം എനിക്കത് മറന്നുപോകും, അതുകൊണ്ട് എഴുതി വെച്ചതാണ്. അവള് മീഡിയ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണെന്ന്. അവള് ജേർണലിസ്റ്റ് ആണ്. അവള് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ജേർണലിസ്റ്റ് ആണ് ലിബി എന്ന് പറയുന്നത്. ലിബിയുടെ ഭർത്താവിന് ഗവൺമെന്റ് ഉദ്യോഗമല്ല, യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്, ഗസ്റ്റ് ലെക്ചററാണ്. അപ്പോൾ അത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ഭയങ്കര ആഡംബരമായിട്ട് ആ പെണ്ണ് പറഞ്ഞതല്ല. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് പറയണേന്നുമല്ല, എനിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല. അവള് കേട്ട ഈ വിട്ടിത്തം പറയുന്നുണ്ട്, ഞാൻ അവളെ തിരുത്തുന്നേ ഉള്ളൂ. അപ്പം ലിബിയുടെ ഹസ്ബൻഡിന് പൈസ ഉണ്ടെന്നല്ല പറഞ്ഞത്, പട്ടിണി കിടക്കില്ല, ഞങ്ങൾ ജീവിച്ചു പോകാനുള്ള വരുമാനം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യാതിരിക്കുക. പിന്നെ ഇവള് പറഞ്ഞ ഒരു കേസ്, ആ മീഡിയ പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസ് കോഷ് ചെയ്യുകയല്ല ഉണ്ടായിരുന്നത്, നിരുപാധികം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിന്റെ ഡീറ്റെയിൽസ് ഇത് കാണാൻ കഴിയില്ല, ഇതൊരു ഒരു കുന്താണ്ടമാണ്. നിങ്ങൾ എന്റെ വാട്സപ്പ് അവള് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ആർക്കെങ്കിലും അതിന്റെ ഒരു കോപ്പി വേണമെങ്കിൽ എന്റെ വാട്സപ്പിലേക്ക് ഒരു ഹായ് വിട്ടാൽ മതി. അപ്പൊ ഞാൻ ഈ ലിബിയുടെ ആ സൈറ്റിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്നുള്ള ആ ജഡ്ജ്മെന്റ് കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണില്ല, കാരണം ഈ വെട്ട ഇങ്ങനെ അടിക്കുന്നത് കൊണ്ടേ നിങ്ങൾക്കത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ ഞാൻ കാണിച്ചതൊന്നും ശരിക്കും ക്ലിയർ ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ വാട്സപ്പ് വഴി അയച്ചു തരാം. എൻ്റെ വാട്സപ്പ് അവളുടെ ടൈം ലൈനിലുണ്ട്, ഫിജോ ജോസഫിന്റെ ടൈം ലൈനിൽ എൻ്റെ വാട്സപ്പ് കിടപ്പുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ഡീറ്റെയിൽ അങ്ങോട്ട് അയച്ചു തരാം. അപ്പൊ ലിബിയുടെ സാധനം പൂട്ടിക്കെട്ടാനായിട്ട് ആരും ശ്രമിക്കുകയും വേണ്ട, നടന്നിട്ടുമില്ല. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ പോലും അവരുടെ കയ്യില് വെബ് ഡിസൈനിങ്, അതായത് വെബ് ഡിസൈൻ ലൈസൻസ് അവരുടെ കയ്യിലുണ്ട്. അത് വെച്ച് അവർക്ക് മിനിറ്റ് കൊണ്ട് അടുത്ത സാധനം ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ അവരുടെ ആ സൈറ്റോ അല്ലെങ്കിൽ ഒരു പേപ്പറോ പൂട്ടിക്കെട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സാധനം അത് ആർക്കും എടുത്തോണ്ട് ഓടാക്കൂല, അത് അവിടെ തന്നെ നമ്മുടെ കയ്യിലിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇല്ല, പെണ്ണിനെ വെടിവെച്ച് കൊന്നില്ലേ, അതുപോലെ കൊല്ലേണ്ടി വരും. ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ എഴുതും, ലിബിയോ എഴുതും, ഞാനും എഴുതും. അതിൽ നീ കിടന്ന് തിളച്ചിട്ടോ വേദനിച്ചിട്ടോ കാര്യമൊന്നുമില്ല. പിന്നെ ലിബിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നിൽക്കണേന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നിനക്ക് വേണ്ട. എനിക്ക് ലിബിയുടെ സപ്പോർട്ട് വേണ്ട. ഞാൻ ലിബിക്ക് വേണ്ടി സംസാരിക്കുന്നതും അല്ല. നീ പറഞ്ഞ കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യം ഞാൻ നിനക്ക് വ്യക്തമാക്കി തന്നതാണ്. മോളെ, ഇതൊക്കെ എന്താണെന്നറിയാമോ? പറയാൻ അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ വലിയ വർത്താനമൊന്നും പറയാൻ പോകരുത്. നമുക്കറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ വലിയ ഡെഫിനിഷനും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നാണക്കേട് വരും. നിനക്ക് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ പറയണത് ചിലപ്പം ദേഷ്യം കൊണ്ടെന്ന് വിചാരിച്ച ആരെങ്കിലും അങ്ങനെ സഹിച്ചോളും. നീ ആയിട്ട് നിന്നെ കാണിച്ചു കൊടുക്കരുത്. പിന്നെ എനിക്ക് നിന്നെ സഹായിക്കാനാവത്തില്ല. ഒന്നുമില്ലല്ലോ, നമ്മൾ പിന്നെയും ഫ്യൂച്ചറിൽ അടുത്തടുത്ത വീട്ടിൽ താമസിക്കേണ്ടവരാണ്. എന്താണ് ഇങ്ങനെയൊക്കെയാണോ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നീ ഇനി ലൈവിൽ വന്നു വല്ല ചോദ്യങ്ങളോ വല്ല അലിഗേഷൻസ് ഒക്കെ കൊണ്ടുവന്നാൽ ഞാൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വെറുപ്പിക്കും, വീണ്ടും ചെയ്യും. ഞാൻ മിണ്ടായിരിക്കൂല. ഞാൻ നിന്റെ അടുത്ത് വീണ്ടും പറയാണ്, ഞാൻ വീണ്ടും വരും. എന്നെ കൊണ്ട് വരിക്കാതിരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ, നിന്റെ ലൈവിൽ നീ എന്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കുക. മനസ്സിലായോ? പിന്നെ നീ ഇവിടെ പറഞ്ഞൊരു സാധനം സെക്സ് റാക്കറ്റ്, അത് ഞാൻ ഇവിടെ പ്രൂഫ് ചെയ്തോളാം. പറഞ്ഞ നന്മമരമേ ഡാർലിംഗ്, നീ എവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചല്ലേ? നീ എന്റെ പേരൊന്ന് പറയാനാ ഞാൻ വെയിറ്റ് ചെയ്യണേ. മനസ്സിലായോ? എന്തുകൊണ്ടെന്നറിയാമോ? ഒരു 1.5 വർഷം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു പരിപാടിയുണ്ട്. ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഗ്രേറ്റ് ആണ്. ഞാൻ അതിൽ നിന്ന് അങ്ങ് ശരിക്ക് പഠിച്ചിട്ടുണ്ട്. എനിക്ക് പ്രതിസ്ഥാനത്തിൽ നിൽക്കാനാണടാ ഇഷ്ടം, എനിക്ക് പ്രതിയാവാനാ ഇഷ്ടം, വാദിയാവാൻ എനിക്ക് ഇഷ്ടമില്ല. എങ്ങനെ തെളിയിച്ചുണ്ട് വാ മോയ്, ഞാൻ കാണട്ടെ. വരുമ്പോ ആ പൊടി കുട്ടിയില്ലേ, കുഞ്ഞീമോള്, കൊച്ചുമോള്, ഒന്നും അറിയാത്ത കുറെ കള്ള സർട്ടിഫിക്കറ്റും കൊണ്ട് കയറി വന്ന കൊച്ചുമോളല്ലേ നിശാഗന്ധി, അതിനെയും കൂടെ കൊണ്ടുവരണേ. ചുമ്മാ നിശാഗന്ധി ചേച്ചി മോളെ, നീ ഇവന്മാരെ കൂടെ ചേർന്ന് പറയുമ്പോ ഇവിടെ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട്, അതിനെ ഞാനിവിടെ ഇപ്പൊ വിൽക്കണൂന്ന് അതിന്റെ അർത്ഥം. അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ സാധനം ഒന്ന് നീക്കിയിട്ട് പുറത്തോട്ട് വാ. നീ വന്ന് ലൈവ് വാടി മോളെ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയല്ലേ, നീ വാ.
നീ വന്നിട്ട് ഞാൻ നിന്നെ ഉപയോഗിക്കാൻ കൊടുത്താളാം. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, തെളിവെടുപ്പും കൂടെ വരും. നിന്നെ ആരെ കൂടെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചു, ആളെ കണ്ട നിനക്ക് അറിയാൻ പറ്റുമല്ലോ. എന്റെ കോൾ റെക്കോർഡർ അവരെടുക്കും, ഞാൻ ഒരു സാധനം ഡിലീറ്റ് ചെയ്യില്ല. ഇവിടെ അങ്ങനെ പറ്റുകയില്ല. ഈ സാധനങ്ങൾ എടുക്കും. ഇവിടെ വന്നവരുടെ അപ്പുറത്ത് CCTV ഉണ്ട്, അവിടുന്ന് ക്യാമറ എടുക്കും. ഇതിനകത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ തെളിവെടുപ്പ് നടത്തും. ഇവിടെ അയൽവക്കത്തുള്ളവർ എല്ലാവരും വരും, ഞങ്ങളുടെ റൂമിലുള്ളവർ വരും, ആഫ്രിക്കൻസും വരും, ഇന്ത്യൻസും വരും, അപ്പുറത്തെ വീട്ടിലെ എല്ലാവരും വരും. എല്ലാവരും കൂടെ വന്നിട്ട് കറക്റ്റായിട്ട് ഞാൻ ആരെ കൂടെ നിന്നെ ചേർത്ത് വെച്ചു എന്നുള്ളത് അവര് വന്ന് പറയും. മർക്കസുകാരും വരും, എല്ലാവരും വന്ന് പറയും. നല്ല സ്ട്രോങ് കോൺഫിഡൻറ്റോടെ മോള് പുറത്തു വരിക, എന്നിട്ട് പറയുക ഇതിന്റെ കൊണവധിയേറെ നിനക്ക് കിട്ടിയില്ലേ. നീ എന്താ വിചാരിച്ചേ? ഞാൻ താത്ത കമന്റ് ഇട് താത്ത എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? മോളെ അതൊരു വിഷജന്തുവാണ്, എന്റെ മക്കൾ അവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ കമന്റ് ഇടുന്നില്ല. നീ വിചാരിച്ചോ ഞാൻ പേടിച്ചിട്ടാണ് അത് ചെയ്തിരുന്നെന്ന്? അതുകൊണ്ടല്ല കുട്ടി, ഞാൻ സമയം നോക്കിയിരിക്കുമായിരുന്നു, ഞാൻ സ്ട്രെങ്തൻ ആവുമായിരുന്നു. ഞാൻ സമയം നോക്കിയിരുന്നു, നെറ്റ് അടി അടിക്കുകയാണ് ഞാൻ, മനസ്സിലായില്ലേ? നെറ്റ് അടിയാണ് അവക്ക്. ഫിജോ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. ഫിജോ നീ എന്നെ എങ്ങനെ എന്ത് വൃത്തികെട്ടോളെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പിന്നെ അവൻ പറഞ്ഞു ഞാൻ തെറി പറയാതെ എനിക്കൊരു ലൈവ് വരാനൊക്കത്തില്ലെന്ന്. ഇത് ഫിജോയ്ക്കെതിരെയുള്ള ലൈവാണ് മോനെ. നിനക്കെതിരെയുള്ള ലൈവിൽ താത്ത തെറി വിളിക്കൂല കുഞ്ഞാര മോനെ. നിന്നെ ഞാൻ തെറി വിളിക്കില്ല. നിന്നെ നീ പിന്നെന്തോ എഴുതിയ പഞ്ചാര അടിച്ചാലേ എൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റുള്ളൂ. ദേ ഈ ലൈവ് കണ്ട പകുതിയിലേറെ പേരും എന്നെ വിളിച്ചിട്ടുണ്ട്. അവരോടത്തൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്, ആരടുത്തെങ്കിലും ഒരാളടുത്ത് ഞാൻ പഞ്ചാര അടിച്ചോന്നു. ഞാൻ പഞ്ചാര അടിച്ച ആളുകളെയും കൊണ്ട് നീങ്ങ് വാ. പഞ്ചാര അടിക്കാൻ പറ്റിയ ചരക്ക്. അപ്പോ നമ്മളിത് അവസാനിപ്പിക്കുന്നു. ഏത് ഈ ലൈവ് ഓൺലി ദിസ് വരും. അടിമ ഗോപി പറഞ്ഞത് കണക്ക് വരും ഞാൻ, മനസ്സിലായില്ലേ? സുലാൻ മറ്റേത് ഞാൻ പറയാൻ വയ്യ, എനിക്ക് ഇഷ്ടമില്ല. ചുമ്മാ എനിക്കിങ്ങനെ ഡ്രാമാറ്റിക് ഒന്നും വയ്യ, എന്നെ കൊണ്ട് വയ്യെന്ന്. ഞാൻ മടുത്തെന്ന്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പിന്നെന്തോ റമലാൻ മാസത്തിന്റെ കാര്യമൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെന്താ പ്രവാസികളെ ഞാൻ ആരും തെറിയൊന്നും വിളിച്ചില്ല. പ്രവാസികളെടുത്ത് ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള മന്ദബുദ്ധികളെ വിശ്വസിക്കരുതെന്നാ പറഞ്ഞത്. വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് മറന്നുപോയതാണ്. ഞാൻ വൈകുന്നേരം പോയി ബിരിയാണി വാങ്ങിക്കൊണ്ട് വരും, അല്ലെങ്കിൽ ഞാൻ ചോറ് വാങ്ങിക്കാൻ മർക്കസിൽ പോകുമെന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ മർക്കസിൽ പോവും, എനിക്ക് അവിടുന്ന് ചോറ് തരാറുണ്ട്. എനിക്ക് അരി, സാധനം, കടല, പഞ്ചസാര, ഓയില്, അങ്ങനെയുള്ള എല്ലാ കിറ്റുകളും മർക്കസുകാർ തരാറുണ്ട്. ഞാനത് വാങ്ങാറുണ്ട്. അത്യാവശ്യം ഇവിടെ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ അതൊക്കെ തന്നെയാണ്. അതിലെനിക്കൊരു കുറച്ചിലില്ല. സന്തോഷത്തോടെ ഞാൻ പോയി അത് വാങ്ങിക്കാറുണ്ട്. ഈ നന്മമരവിടെ കളിയാക്കി എഴുതി വെച്ചേക്കുക ഞാൻ പോയി പിച്ച എടുക്കണമെന്ന്. അത് ഭിക്ഷയല്ലടോ, സുന്നത്താണത്. മനസ്സിലായില്ലേ? നമ്മള് ഹദിയ കൊടുക്കണത് നമ്മളുടെ മനസ്സിന്റെ ഇത്. ഓക്കെ, സക്കാത്ത് പാവങ്ങളുടെ അവകാശമാണ്. സക്കാത്ത് പാവങ്ങളുടെ അവകാശമാണ്. ഞാൻ പാവപ്പെട്ടോളാം, അവരെനിക്ക് സക്കാത്താ തരുന്നേ. എൻ്റെ അവകാശമാണ് ഞാൻ വാങ്ങിച്ചെടുക്കുന്നത്. മുസ്ലിം ആയാലും ജനാധിപത്യമായാലും ഇത് രണ്ടും നല്ലപോലെ പഠിച്ചിട്ടിരിക്കുന്നോളാം ഞാൻ. അതുകൊണ്ട് ഇത്തരം ഇതും കൊണ്ടൊന്നും എൻ്റെ അടുത്ത് വന്ന് കയറരുത്, ഇത്തരം ഭാഷണം കൊണ്ടൊന്നും എൻ്റെ അടുത്ത് വന്ന് കയറരുത്. മനസ്സിലായല്ലോ? ജനാധിപത്യം അറിയാത്തവരടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ.